നമസ്കാരം. മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റിലെ സോയിൽ കൺസർവേഷൻ ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് കേരള PSC ആപ്ലിക്കേഷൻസ് ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു എക്സാം നോക്കുകയാണെങ്കിൽ ഇതിന്റെ സിലബസിൽ ആകെ മൊത്തം 5 മൊഡ്യൂൾസ് ആണുള്ളത്. ആദ്യത്തെ ക്രോപ്പ് പ്രൊഡക്ഷൻ 15 മാർക്ക്, സോയിൽ കൺസർവേഷൻ 20 മാർക്ക്, ക്രോപ്പ് പ്രൊട്ടക്ഷൻ 20 മാർക്ക്, ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് 30 മാർക്ക്, സോഷ്യൽ സയൻസസ് 15 മാർക്ക്. അങ്ങനെ ആകെ മൊത്തം 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ഈ ഒരു എക്സാമിൽ ഉള്ളത്. ഇനി ക്രോപ്പ് പ്രൊട്ടക്ഷനിൽ നമ്മൾ 2 സബ്ജക്ട്സ് പഠിക്കണം, എന്റമോളജി ആൻഡ് പാത്തോളജി. രണ്ടിനും 10 മാർക്ക് വീതമായിരിക്കും വരിക. അപ്പൊ ഇന്ന് നമ്മൾ എന്റമോളജിയിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി എന്റമോളജിയുടെ സിലബസ് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഞാനൊരു ഓവർവ്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്ന കാറ്റഗറീസ് ഓഫ് അഗ്രികൾച്ചർ പെസ്റ്റ്, അതായത് ETLും EILും പോലുള്ള കൺസെപ്റ്റ്സ് പഠിച്ചുകൊണ്ട് നമ്മൾ അഗ്രികൾച്ചർ പെസ്റ്റിനെ പല കാറ്റഗറീസിലേക്കായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും. അതാണ് ആ ഒരു ടോപ്പിക്. ഇനി എക്കണോമിക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസെക്ട്സ്, എക്കണോമിക് ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്ന ഇൻസെക്ട്സിനെ ബെനിഫിഷ്യൽ ഇൻസെക്ട്സ് എന്നും എക്കണോമിക് ലോസ് ഉണ്ടാക്കുന്നതിനെ പെസ്റ്റ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ UGയിലൊക്കെ പഠിക്കുന്ന ബേസിക് കാര്യമാണ് ഇൻസെക്ട് മോർഫോളജി, അനാറ്റമി ആൻഡ് ഫിസിയോളജി. ഇനി ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് IPM ആൻഡ് ടൂൾസ് ഓഫ് IPM ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കുന്നത്. ഇനി അപ്ലൈഡ് എന്റമോളജി നോക്കുകയാണെങ്കിൽ കേരളത്തിലെ മേജർ ആയിട്ടുള്ള ക്രോപ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസെക്ട് പെസ്റ്റും അതിന്റെ നേച്ചർ ഓഫ് ഡാമേജ്, ബയോളജി ആൻഡ് മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് ഒക്കെ ആയിരിക്കും നമ്മൾ ആ ഒരു സെഷനിൽ നോക്കുന്നത്. ഇനി അതർ ക്രോപ്പ് പെസ്റ്റ്, അതായത് നെമറ്റോഡ്സ്, മൈറ്റ്സ്, റോഡൻസ് ആൻഡ് ബേർഡ്സ്, ഇവരെയും കൂടി എന്റമോളജിയിലേക്ക് ദത്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവർ ഉണ്ടാക്കുന്ന ഡാമേജും മാനേജ്മെന്റും നമ്മൾ എന്റമോളജി തന്നെയായിരിക്കും നോക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന്റെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്, എത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓരോ ടോപ്പിക്കും പഠിക്കണം, ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി ഏതൊക്കെ ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെ ഈ ഒരു സെഷന്റെ അവസാനം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു കാര്യമുണ്ട്, ഈ ഒരു ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം കേരള PSC വല്ലപ്പോഴൊക്കെ ആയിരിക്കും ഒരു അഗ്രികൾച്ചർ ബേസ്ഡ് എക്സാം നടത്തുന്നത്. അതിലാകെ 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഓരോ എക്സാമിനും ഉണ്ടാവുന്നത്. അപ്പൊ ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള സിലബസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല. അതുകൊണ്ട് തന്നെ സിലബസിന്റെ എല്ലാ ഭാഗങ്ങളും, അതായത് കംപ്ലീറ്റ് സിലബസ് പഠിച്ചിരിക്കുന്നത് ഉപകാരം ചെയ്യും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 4 wings ഓഫ് ബഗ്സ് ഇസ് കോൾഡ്. അപ്പൊ ബഗ്സിന്റെ 4 wingsനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം. അപ്പൊ ബഗ്സ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് ഹെമിപ്റ്ററ ഫാമിലി ആണ് എന്ന്. ഹെമിപ്റ്ററൻ ഓർഡേഴ്സിന് കോമൺ ആയിട്ട് വിളിക്കുന്ന പേര് ബഗ്സ് എന്നാണ്. അപ്പോൾ ഹെമിപ്റ്ററയ്ക്ക് ഒരു പ്രശ്നമുണ്ട്, അതായത് ഇതില് 2 സബ് ഓർഡേഴ്സ് ഉണ്ട്, ഹോമോപ്റ്ററ ആൻഡ് ഹെട്രോപ്റ്ററ. ഹോമോപ്റ്ററ എന്ന് പറയുമ്പോൾ ഹോമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡന്റിക്കൽ, ടെറ എന്ന് വെച്ചാൽ വിങ്സ്. അപ്പോൾ ഹോമോപ്റ്ററ എന്ന് പറയുമ്പോൾ ഐഡന്റിക്കൽ വിങ്സ് ഉള്ള ഇൻസെക്ട്സിനെ ആ ഒരു ഹോമോപ്റ്ററൽ സബ് ഓർഡറിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഹെറ്ററോ എന്ന് പറയുമ്പോൾ അൺഐഡന്റിക്കൽ, ടെറ എന്ന് പറഞ്ഞാൽ വിങ്സ്, അൺഐഡന്റിക്കൽ വിങ്സ് ഉള്ളതിനെ ഹെട്രോപ്റ്ററൻ ഓർഡറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഹെട്രോപ്റ്ററൻ ഓർഡറിന്റെ മിക്ക ഫാമിലീസിനും അതിന്റെ കോമൺ നെയിം പറയുമ്പോൾ ബഗ് എന്നൊരു വാലും കൂടി വരാറുണ്ട്. ഒരു കുടുംബ പേര് പോലെ ബഗ് എന്നുള്ളൊരു വാലും കൂടി അതിന്റെ വരാറുണ്ട്. ലൈക്ക് അസാസിൻ ബഗ്സ്, പെറ്റ് ബഗ്സ്, ലേസ് വിങ് ബഗ്സ്, മിരിഡ് ബഗ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഓൾമോസ്റ്റ് എല്ലാ ഫാമിലിക്കും ബഗ്സ് എന്ന് കൂടെ ഒരു കുടുംബ പേരുണ്ട്. ഇനി നമ്മൾ ഹോമോപ്റ്ററൻ ഫാമിലീസ് ആണ് നോക്കുന്നതെങ്കിൽ അതിന് ഒക്കെ ഒരു സ്പെസിഫിക് പേരുകൾ ഉണ്ടാകും. ലൈക്ക് അഫെറ്റ്സ്, മീലി ബഗ്സ്, സ്കെയിൽസ്, പ്ലാന്റ് ഹോപ്പേഴ്സ്, ഇനി വൈറ്റ് ഫ്ലൈസ് എന്നൊക്കെ പറയുന്ന പോലെ സ്പെസിഫിക് പേരുകൾ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 4 wings ഓഫ് ബഗ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഹെട്രോപ്റ്ററൻ ഓർഡർ, അതിലാണല്ലോ കൂടുതലായിട്ടും ബഗ്സ് ഒന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹെട്രോപ്റ്ററൻ സബ് ഓർഡറിൽ വരുന്ന ഇൻസെക്ട്സിന്റെ 4 wings ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഓപ്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം. ഇലൈട്ര എന്ന് പറയുമ്പോൾ കണ്ടോ, ഇതാണ് ഇലൈട്ര എന്ന് പറയുന്ന കോളിയോപ്റ്ററ അല്ലെങ്കിൽ ഡെർമാപ്റ്ററ എന്ന് പറയുന്ന ഓർഡേഴ്സിന്റെ
ഒക്കെ വരുന്ന ഇൻസെക്ട്സിന്റെ ഫോവിങ്സിനെ വിളിക്കുന്ന പേരാണ് ഇലൈട്ര. നല്ല കട്ടിയുള്ളതും നല്ലവണ്ണം സ്ക്ലീറോട്ടൈസ്ഡ് ആയിട്ടുള്ള വിങ്സ് ആണിത്. ഇതിലെ വിങ് വീനേഷൻസ് നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. വീനേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, അറേഞ്ച്മെന്റ് ഓഫ് വിങ്സിനെയാണ് വീനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീനേഷൻ നമുക്ക് ഇതിൽ കാണാൻ പറ്റില്ല. ഇതിന്റെ ഫംഗ്ഷൻ ഇൻസെക്ട്സ് റെസ്റ്റിലിരിക്കുമ്പോൾ ഹൈൻ വിങ്സ്, അതായത് ഈ കാണുന്ന ഹൈൻ വിങ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഈ ഒരു ഫോവിങ്സിന്റെ അല്ലെങ്കിൽ ഇലൈട്രയുടെ ഫംഗ്ഷൻ. ഇത് ഫ്ലൈറ്റിൽ പങ്കെടുക്കില്ല. അപ്പോൾ ഇതായിരുന്നു ഇലൈട്ര. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ മെംബ്രേനിയസ്. മെംബ്രേനിയസ് എന്ന് പറയുന്നത് ഇത് അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന വിങ്സിനെയാണ് മെംബ്രേനിയസ് വിങ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ വളരെ നേർത്തതും നല്ലപോലെ വേരിയേഷൻസ് എല്ലാം കാണുന്നതും ആയിട്ടുള്ള വിങ്സ് ആണ് മെംബ്രേനിയസ് വിങ്സ്. ഇത് പറക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പല ഫാമിലീസിലും അല്ലെങ്കിൽ പല ഓർഡേഴ്സിലും ഫോവിങ്സും ഹൈൻ വിങ്സും മെംബ്രേനിയസ് വിങ്സ് വരാറുണ്ട്. ഇനി അടുത്ത ഓപ്ഷൻ ഹോൾട്ടേഴ്സ് എന്ന് പറയുന്നത് ഡിപ്റ്ററ എന്ന ഓർഡറിൽ ഹൈൻ വിങ്സ് റെഡ്യൂസ് ചെയ്ത ഒരു നോബ് പോലുള്ള ഒരു സ്ട്രക്ചറായി മാറുന്നുണ്ട്. അപ്പൊ ഈ ഒരു സ്ട്രക്ചർ കണ്ടോ, ഈ സ്ട്രക്ചറിനെയാണ് ഹോൾട്ടർ എന്ന് വിളിക്കുന്നത്. ഇതിന്റെ എൻഡിൽ കാണുന്ന ഈ സർക്കുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു നോബ് പോലെ ഇരിക്കുന്ന സ്ട്രക്ചറിനെ ക്യാപിറ്റൽ എന്നും ഇത് ഹോൾട്ടർ ഈ ഇൻസെക്റ്റിന്റെ ബോഡിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു ബേസൽ ഭാഗത്തിന് സ്കെബല്ലം എന്നും വിളിക്കുന്നുണ്ട്. ഇത് ഇൻസെക്ട് ഫ്ലൈറ്റിന്റെ സമയത്ത് ബാലൻസ് പ്രൊവൈഡ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഇതിൽ കുറെ കമ്പാനിഫോം സെൻസിലെ ആ കമ്പാനിഫോം സെൽസിലെ എന്ന് പറയുന്നത് സെൻസ് ഓർഗൻസ് ആണ്. അതിനെ വിളിക്കുന്ന പേര് ഹിക്സ് പാപ്പിലെ എന്ന് പറയും. അപ്പൊ അതൊക്കെ ഈ ഒരു ഹോൾട്ടേഴ്സിൽ കാണുന്നുണ്ട്. ലാസ്റ്റ് ഓപ്ഷൻ ഹെമിലൈട്ര. ഹെമിലൈട്രയിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ടെക്മിന എന്താണെന്നും കൂടി നോക്കാം. ഓർത്തോപ്റ്ററ, അതായത് പുൽച്ചാടികളൊക്കെ വരുന്ന ആ ഒരു ഓർഡർ, ബ്ലറ്റോഡിയ അതായത് കോക്രോച്ചസ് ഒക്കെ വരുന്ന ഓർഡർ, പിന്നെ മെന്റോഡിയം പ്രേയിങ് മാൻഡറ്റ്സ് വരുന്ന ഓർഡർ. ഇതൊക്കെ എക്സാമ്പിൾസ് മാത്രമാണ്. ഇനിയും വേറെ ഓർഡേഴ്സ് ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഈ ഒക്കെ ഓർഡേഴ്സിൽ കാണുന്ന ഒരു ടൈപ്പ് ഫോർവിങ്ങിനെയാണ് ടെക്മിന എന്ന് വിളിക്കുന്നത്. ലെതറി ആയിട്ട് അല്ലെങ്കിൽ പാറ്റയുടെ ഒക്കെ വിങ് കണ്ടിട്ടില്ലേ? അപ്പോൾ ആ വിങ്, അതായത് ലെതറി ആയിട്ട് അല്ലെങ്കിൽ പാഷ്മെന്റ് പേപ്പർ പോലെയൊക്കെ ഇരിക്കുന്ന വിങ്സ് ആണ് ഈ ഒരു ടെക്മിന എന്ന് പറയുന്നത്. ഇതിന്റെയും ഫംഗ്ഷൻ പ്രൊട്ടക്ഷൻ ആണ്. അതായത് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഹൈൻ വിങ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഈ ഒരു ടെക്മിനയുടെയും ഫംഗ്ഷൻ. ഫ്ലൈറ്റിൽ ഇതിന് പങ്കില്ല. അപ്പൊ അതായിരുന്നു ടെക്മിന. ഇനി ഹെമിലൈട്രയിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു വിങ്ങിന്റെ കണ്ടോ, ഹെമിലൈട്ര എന്ന് പറയുന്നത് ഒരേ വിങ്ങിനെ 2 പോർഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഹെമിലൈട്ര എന്ന് പേര് വന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസൽ ഭാഗം അല്ലെങ്കിൽ താഴത്തെ ഭാഗം ലെതറി ആയിട്ട് അല്ലെങ്കിൽ ടെക്മിന പോലെ ഇരിക്കും. ഈ മുകളിലത്തെ ഭാഗം അല്ലെങ്കിൽ അപ്പിക്കൽ ഭാഗം മെംബ്രേനിയസ് ആയിട്ടും ഇരിക്കും. ഈ 2 ഫീച്ചേഴ്സും ഒരേ വിങ്ങിൽ വരുന്നതുകൊണ്ടാണ് ഹെമിലൈട്ര എന്ന് പറയുന്നത്. ഇത് ശരിക്കും കാണുന്നത് ഹെമിപ്റ്ററൻ ഓർഡേഴ്സിലെ ഹെട്രോപ്റ്ററ എന്ന് പറയുന്ന സബ് ഓർഡറിലാണ് ഈ ഒരു ടൈപ്പ് വിങ് കാണുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഫോവിങ്സ് ഓഫ് ബഗ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫോവിങ്സ് ഓഫ് ഹെട്രോപ്റ്ററ ഇൻ പെർട്ടിക്കുലർ എന്ന് പറയുന്നത് ഹെമിലൈട്രയാണ്. ഇനി ഫോർവിങ് ഓഫ് ഹോമോപ്റ്ററ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെംബ്രേനിയസ് എന്ന് എഴുതാം. കാരണം 2 വിങ്സും ഐഡന്റിക്കൽ ആണ്. അത് മെംബ്രേനിയസും ആണ്. ഹോമോപ്റ്ററയില് മെംബ്രേനിയസ് ആണ്. ഇനി ഫോർവിങ് ഓഫ് കോളിയോപ്റ്ററ അല്ലെങ്കിൽ ഫോർവിങ്സ് ഓഫ് ബീറ്റിൽസ് എന്നാണ് ചോദ്യം വന്നിരുന്നെങ്കിൽ ഇലൈട്ര എന്ന് എഴുതണം. ഇനി ഹൈൻ വിങ് ഓഫ് ഡിപ്റ്ററ എന്നായിരുന്നു ക്വസ്റ്റ്യൻ വന്നിരുന്നെങ്കിൽ ഹോൾട്ടേഴ്സ് എന്ന് എഴുതണം. അപ്പോൾ ഇതിൽ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ പറയുന്നത്. ഇത് പ്രീവിയസ്ലി വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നിന്ന് ഇനി വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്, ഹെമിലൈട്ര. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 2. The lowest population density that will cause economic damage is known as. അപ്പോൾ എക്കണോമിക് ഡാമേജ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ പ്ലാന്റ് അല്ല, പോപ്പുലേഷൻ ഡെൻസിറ്റിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം പോപ്പുലേഷൻ ഡെൻസിറ്റീസ് ആണ്. അപ്പോ ഓരോന്നോരോന്നായിട്ട് നോക്കാം. GEP
GP എന്ന് പറയുന്നത് മാനേജ്മെന്റ് പ്രാക്ടീസസ് ഒന്നും ചെയ്യാത്തൊരു ഫീൽഡിൽ ഒരുപാട് കാലമായി നിലനിന്ന് വരുന്ന ഒരു പെസ്റ്റിന്റെ ആവറേജ് പോപ്പുലേഷൻ ഡെൻസിറ്റിനെയാണ് GEP അഥവാ ജനറൽ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് വിളിക്കുന്നത്. ഈ ഒരു സ്റ്റേജിൽ പെസ്റ്റ് എന്തായാലും ഫീൽഡിലുണ്ട്, അത് ചെറിയ രീതിയിൽ ഫീഡും ചെയ്യുന്നുണ്ട്. പക്ഷെ എക്കണോമിക് ലോസോ അല്ലെങ്കിൽ പറയത്തക്ക ഒരു ഡാമേജോ ആ ഒരു പെസ്റ്റിനെ കൊണ്ട് ഇല്ല. അപ്പോൾ ലൈക്ക് നമുക്ക് പറയാം, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പ്ലാന്റ് ഹോപ്പർ, റൈസിലെ പ്ലാന്റ് ഹോപ്പർ എടുക്കുകയാണെങ്കിൽ 2 to 3 പ്ലാന്റ് ഹോപ്പർ പെർ ഹിൽ എന്ന് പറയുന്നതാണ് അതിന്റെ GEP എന്ന് പറയുന്നതെങ്കിൽ, ഈ ഒരു 2-3 പ്ലാന്റ് ഹോപ്പർ ഒരു പ്ലാന്റിൽ ഉണ്ടായിന്ന് വെച്ചിട്ട് ഒരു എക്കണോമിക് ഡാമേജോ അല്ലെങ്കിൽ പറയത്തക്ക ഇൻഫെസ്റ്റേഷൻ കാരണമുള്ള ഡാമേജോ ആ ഒരു പ്ലാന്റിന് ഉണ്ടാകുന്നില്ല. ഇനി ETL എന്താണ്? ETL എന്ന് പറയുന്നത് ഈ ഒരു GEPയിൽ ഉണ്ടായിരുന്ന ഒരു പെസ്റ്റിന്റെ പോപ്പുലേഷൻ എന്തോ ഒരു ഫാക്ടർ കാരണം ഇൻക്രീസ് ചെയ്ത് പോവുകയാണ്. ഇൻക്രീസ് ചെയ്ത് ഇതൊരു സ്റ്റേജിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഒരു സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്കും എന്താണ്, ഡാമേജ് ഉണ്ട് പക്ഷെ എക്കണോമിക് ലോസ് ഇല്ല. പക്ഷെ ഈ ഒരു സ്റ്റേജ് കടന്നു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഒരു മാനേജ്മെന്റും പ്രാക്ടീസും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വളർന്നു വരുന്ന പോപ്പുലേഷൻ ഡെൻസിറ്റി ഒരു എക്കണോമിക് ലോസ് അല്ലെങ്കിൽ നഷ്ടം ഉണ്ടാക്കും. അപ്പൊ നമ്മൾ എന്താണ്, ഏത് സ്റ്റേജിലാണോ അല്ലെങ്കിൽ ഏത് പോപ്പുലേഷൻ ഡെൻസിറ്റിയിലാണോ നമ്മൾ മാനേജ്മെന്റ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതിനെ വിളിക്കുന്ന പേരാണ് എക്കണോമിക് ത്രഷോൾഡ് ലെവൽ. അതായത് ത്രഷോൾഡ് എന്ന് പറയുമ്പോൾ മനസ്സിലാവുമല്ലോ, ഏത് സ്റ്റേജ് വരെ എന്താണ് ഈ ഒരു പ്ലാന്റ്സ് ഈ ഒരു പെസ്റ്റിനെ താങ്ങും, എക്കണോമിക് ലോസ് ഉണ്ടാക്കാതെ ഈ ഒരു പെസ്റ്റിനെ താങ്ങും എന്നുള്ളതാണ് ഈ ഒരു എക്കണോമിക് ത്രഷോൾഡ് ലെവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഒരു സ്റ്റേജിൽ ഡാമേജ് ഉണ്ടാകുന്നുണ്ട് പക്ഷെ എക്കണോമിക് ലോസ് ഉണ്ടാകുന്നില്ല. ഇനി ഈ ഒരു സ്റ്റേജിലാണ് മാനേജ്മെന്റ് പ്രാക്ടീസസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇത്രയുമാണ് ETLനെ കുറിച്ച് ഉള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഇനി DB അഥവാ ഡാമേജ് ബൗണ്ടറി എന്ന് പറയുന്നതും ETLനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഡാമേജ് ബൗണ്ടറി എന്ന് കേൾക്കുമ്പോൾ മനസ്സിലാവുമല്ലോ, ഈ ഒരു ബൗണ്ടറിക്ക് അപ്പുറം ഡാമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടം, സാമ്പത്തിക നഷ്ടം ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ETLും DBയും ഒന്നാണ്. അപ്പൊ ഈ ഒരു പോപ്പുലേഷനും ഡെൻസിറ്റിയും അല്ല നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി ലാസ്റ്റ് ഓപ്ഷൻ EIL, അതായത് എക്കണോമിക് ഇഞ്ചുറി ലെവൽ, സാമ്പത്തിക നഷ്ടം തുടങ്ങുന്ന സ്റ്റേജ് അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം വരുത്താൻ സാധിക്കുന്ന ഏറ്റവും കുറഞ്ഞ പോപ്പുലേഷൻ ഡെൻസിറ്റി ആണ് EIL അഥവാ എക്കണോമിക് ഇഞ്ചുറി ലെവൽ. ഈ ഒരു EIL സ്റ്റേജിൽ മാനേജ്മെന്റ് പ്രാക്ടീസസിന് വേണ്ടി നമ്മൾ ചെലവാക്കുന്ന പൈസയും ഈ ഒരു ഡാമേജ് കാരണം നമുക്ക് വരുന്ന സാമ്പത്തിക നഷ്ടവും ഒന്നായിരിക്കും. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കോസ്റ്റ് ഓഫ് മാനേജ്മെന്റ് ഇസ് ഈക്വൽ ടു എന്താ ലോസ് ഡ്യൂ ടു ഡാമേജ്. അതായത് ഡാമേജ് കാരണം ഉണ്ടാകുന്ന ആ ഒരു ലോസ് 100 രൂപയാണെങ്കിൽ മാനേജ്മെന്റ് പ്രാക്ടീസിന് വേണ്ടി നമ്മൾ ചെലവിടുന്ന പൈസ 100 രൂപയാണെങ്കിൽ ആ ഒരു ലോസ് കാരണം വരുന്ന പൈസയും 100 രൂപയായിരിക്കും. അതൊരു തിയറട്ടിക്കൽ കൺസെപ്റ്റ് ആണ്. പക്ഷെ ഈ ഒരു സ്റ്റേജിൽ നമ്മളിപ്പോൾ മാനേജ്മെന്റ് പ്രാക്ടീസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് എക്കണോമിക് ലോസ് ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പൊ നമ്മൾ ഈ ഒരു 3 സ്റ്റേജും ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ GEP എന്ന് പറയുന്ന സ്റ്റേജിൽ നമുക്ക് ഈ ഒരു ഇൻഫെസ്റ്റേഷൻ കാരണമുള്ള ഡാമേജും കുറവായിരിക്കും, എക്കണോമിക് ലോസും ഉണ്ടാവില്ല. ഇനി ETL സ്റ്റേജിലാണെങ്കിൽ ഡാമേജ് എന്തായാലും ഉണ്ടാകും പക്ഷേ എക്കണോമിക് ലോസ് ഉണ്ടാവില്ല. EIL സ്റ്റേജിൽ ഡാമേജും ഉണ്ടാകും എക്കണോമിക് ലോസും ഉണ്ടാകും. ഇനി ETL സ്റ്റേജിൽ നമ്മൾ മാനേജ്മെന്റ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് EILലേക്ക് എത്തും. അപ്പൊ ETLന് നമുക്ക് വേറൊരു രീതിയിലും പറയാം. EILലേക്ക് എത്തുന്നതിൽ നിന്ന് ഒരു പെസ്റ്റ് പോപ്പുലേഷനെ പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ മാനേജ്മെന്റ് പ്രാക്ടീസസ് ഏത് സ്റ്റേജിൽ അപ്ലൈ ചെയ്യണോ ആ ഒരു സ്റ്റേജാണ് ETL എന്ന് നമുക്ക് പറയാം. ഇനി ETL EILന്റെ താഴെയാണ് ഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എക്കണോമിക് ഇഞ്ചുറി ലെവലിലേക്ക് എത്തുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യണം, മാനേജ്മെന്റ് പ്രാക്ടീസ് അപ്ലൈ ചെയ്യണം. അത് സൂചിപ്പിക്കാനാണ് ഈ ഒരു എക്കണോമിക് ത്രഷോൾഡ് ലെവൽ എക്കണോമിക് ഇഞ്ചുറി ലെവലിന് താഴെ തന്നിട്ടുള്ളത്. ഇൻ കേസ് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ മാനേജ്മെന്റ് പ്രാക്ടീസ്, അതായത് ETL മാനേജ്മെന്റ് പ്രാക്ടീസ് ഒന്നും അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഇത് EIL ക്രോസ് ചെയ്ത് നമ്മുടെ പ്ലാന്റിനെ പെസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടങ്ങ് കൊണ്ടുപോകും. നമുക്ക് ആ ഒരു ഫീൽഡിൽ നിന്ന് ഒരു ലാഭവും ഉണ്ടാകില്ല, കംപ്ലീറ്റ് നഷ്ടമായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. അപ്പൊ ഇതൊക്കെയായിരുന്നു പല പോപ്പുലേഷൻ ഡെൻസിറ്റീസും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ D EIL ആണ്.
ഇനി EIL ഞാൻ നേരത്തെ സിലബസ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു ETLും EILും GEPയും വെച്ച് നമ്മൾ അഗ്രികൾച്ചർ പെസ്റ്റിനെ പല കാറ്റഗറിയിലേക്ക് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഏതൊക്കെയാണ് ആ കാറ്റഗറീസ് എന്നും കൂടി നമുക്ക് നോക്കിയിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് നോൺ പെസ്റ്റ്. അപ്പോൾ ഈ നോൺ പെസ്റ്റ് എന്ന് ഇവിടെ ഈ ഒരു ഡയഗ്രത്തിൽ കാണുന്ന പോലെ തന്നെ GEPയില് ആണ് ഈ ഒരു പെസ്റ്റിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ളത്. ചെറിയ രീതിയിൽ ഫീഡ് ചെയ്യും, പക്ഷെ എക്കണോമിക് ഡാമേജ് ഉണ്ടാക്കുന്നില്ല. അതായത് ഈ ഒരു പെസ്റ്റ് GEP ലെവലിലാണ് ഉള്ളത്. ഇനി ഈ ഒരു പെസ്റ്റിനെ ശരിക്കും നമ്മളായിട്ടൊന്നും കൺട്രോൾ ചെയ്യേണ്ട, നേച്ചർ തന്നെയാണ് ഈ ഒരു പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി ഒക്കേഷണൽ പെസ്റ്റ് എന്ന് പറയുമ്പോൾ പൊതുവെ ഉപദ്രവകാരിയല്ല, പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ചില പ്രത്യേക ഒക്കേഷൻസിൽ ഈ ഒരു പെസ്റ്റിന്റെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുകയും EIL ക്രോസ് ചെയ്യുകയും ചെയ്യാം. ഈ ഒരു പ്രത്യേക ഒക്കേഷൻ എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ചില വെതർ കണ്ടീഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻസെക്ടിസൈഡ്സിന്റെ ഒക്കെ ചില സമയങ്ങളിൽ ഇൻസെക്ടിസൈഡ്സിന്റെ അമിതമായ ഉപയോഗം കാരണമായിരിക്കാം. അങ്ങനെ ഒരു പെസ്റ്റിന്റെ പോപ്പുലേഷൻ കൂടുകയാണെങ്കിൽ അതിനെ റിസർജൻസ് എന്നൊക്കെ പറയാം. അത് സ്പെസിഫിക് കേസസ് ആണ് കേട്ടോ. അപ്പൊ ഒക്കേഷണൽ പെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഈ ഒരു GEP തന്നെയായിരിക്കും ഉണ്ടാകുന്ന. ചില സാഹചര്യങ്ങളിൽ ഇത് ETLും ക്രോസ് ചെയ്ത് EILും ക്രോസ് ചെയ്ത് നമുക്കൊരു എക്കണോമിക് ലോസ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി മേജർ പെസ്റ്റ് അല്ലെങ്കിൽ പെരിനിയൽ പെസ്റ്റ് എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും നമ്മളൊരു മാനേജ്മെന്റ് പ്രാക്ടീസ് ഒന്നും ചെയ്തില്ലെങ്കിൽ ഈ ഒരു പെസ്റ്റ് എക്കണോമിക് ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. പെരിനിയൽ പെസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സീസണിൽ വരുന്ന ഒരു പെസ്റ്റ് ആയിരിക്കും ഈ ഒരു മേജർ പെസ്റ്റ് അല്ലെങ്കിൽ പെരിനിയൽ പെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആ ഒരു പ്രത്യേക സീസണിലായിരിക്കും ഈ ഒരു എക്കണോമിക് ലോസ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഇത് കണ്ടോ, ETLുമായിട്ട് തൊട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പെസ്റ്റിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് പ്രാക്ടീസസ് ചെയ്തില്ലെങ്കിൽ ഇത് ഉറപ്പായിട്ടും ETLും EILും ക്രോസ് ചെയ്യും, നമുക്കൊരു എക്കണോമിക് ലോസ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ 10% അതിന് കൂടുതലോ എക്കണോമിക് ലോസ് ഉണ്ടാക്കുന്ന പെസ്റ്റിനെയും മേജർ പെസ്റ്റ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഇനി സിവിയർ പെസ്റ്റ് അല്ലെങ്കിൽ കീ പെസ്റ്റ്. എല്ലാ സീസണിലും മേജർ ഡാമേജ് ഉണ്ടാക്കുന്ന പെസ്റ്റിനെയാണ് സിവിയർ പെസ്റ്റ് അല്ലെങ്കിൽ കീ പെസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇതിന്റെ GEP ഉണ്ടോ, ഇതിന്റെ GEP തന്നെ EILനും ETLനും മുകളിലാണ് നിൽക്കുന്നത്. ഇൻ കേസ് മാനേജ്മെന്റ് പ്രാക്ടീസ് ഒന്നും അപ്ലൈ ചെയ്യാത്ത സമയത്ത് ഇതിന്റെ GEP നിൽക്കുന്നത് EILനോ ETLനും മേളിലായിരിക്കും. ഇനി നമ്മൾ എന്തെങ്കിലും മാനേജ്മെന്റ് പ്രാക്ടീസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി EILനും ETLനും താഴെ വരും. ഇത് ഓക്കെ, നോർമൽ സാഹചര്യങ്ങളിൽ GEP ETLനും EILനും മേളിലാണ്. മാനേജ്മെന്റ് പ്രാക്ടീസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും താഴെ വരും. അതാണ് ഈ ഒരു മോഡിഫൈഡ് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത്. ഇനി പൊട്ടൻഷ്യൽ പെസ്റ്റ് എന്ന് പറയുന്നത് നോൺ പെസ്റ്റ് പോലെ തന്നെയാണ്, GEPയിൽ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. ഞാൻ ഇവിടെ നോൺ പെസ്റ്റിന്റെ കാര്യത്തിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ GEP തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങൾ കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫേവറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കണ്ടീഷൻ വരുമ്പോൾ ETL ക്രോസ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതാണ് നോൺ പെസ്റ്റ്. ഇനി പൊട്ടൻഷ്യൽ പെസ്റ്റ് ആണെങ്കിൽ നോൺ പെസ്റ്റിനെ പോലെ GEP തന്നെയാണ് നിൽക്കുന്നത്, പക്ഷെ ഒരു ഫേവറബിൾ കണ്ടീഷൻ വന്നു എന്ന് വെച്ച് ഇത് ETL ക്രോസ് ചെയ്യില്ല. പക്ഷേ ഈ ഒരു പെസ്റ്റിന്റെ എക്കോസിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഇത് ETL ക്രോസ് ചെയ്ത് EILലേക്ക് പോവാം. അതാണ് പൊട്ടൻഷ്യൽ പെസ്റ്റ്. ഇനി സ്പൊറാഡിക് പെസ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഒക്കറൻസ്, ഒരു പ്ലാന്റിൽ ഇതിന്റെ ഒക്കറൻസ് എന്ന് പറയുന്നത് ഒരു ഇറഗുലർ ട്രെൻഡ് ആണ് ഫോളോ ചെയ്യുന്നത്. ചില സമയങ്ങളിൽ ഇതിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി പെട്ടെന്ന് EILലേക്ക് എത്താം. നോർമലി GEPയിലാണ്, പക്ഷേ ചില സമയങ്ങളിൽ ഇത് പെട്ടെന്ന് ഇതിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂട്ടി EILലേക്ക് എത്തുന്നുണ്ട്. അതാണ് സ്പൊറാഡിക് പെസ്റ്റ്. പെട്ടെന്നായിരിക്കും ഇതിന്റെ ഒരു ഇൻസിഡൻസ് അല്ലെങ്കിൽ ഇൻഫെസ്റ്റേഷൻ കൂടുന്നത്. അതിനെയാണ് സ്പൊറാഡിക് പെസ്റ്റ്. അപ്പൊ ഇത്രയൊക്കെ ആയിരുന്നു കാറ്റഗറീസ് ഓഫ് പെസ്റ്റ്. നമ്മൾ ഏതിന്റെ ബേസിസിലാണ് ഇതിനെ കാറ്റഗറൈസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ETL EILന്റെ ബേസിസിലാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. only larvae can cause damage in the case of. അപ്പോൾ ഈ തന്നിരിക്കുന്ന പെസ്റ്റുകളിൽ ലാർവെ മാത്രം
എന്താണ് ഡാമേജ് ഉണ്ടാക്കുന്നത് ഏത് പെസ്റ്റിലാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഓരോരോ പെസ്റ്റ് ആയിട്ട് നോക്കാം. ആദ്യം ഓപ്ഷൻ എ, റെഡ് ഫ്ലോർ ബീറ്റിൽ. റെഡ് ഫ്ലോർ ബീറ്റിൽ എന്ന് പറയുന്നത് ട്രൈബോളം സ്പീഷീസ് ആണ്. ഇതിന്റെ ലാർവയും അഡൽട്ടും ഒരേപോലെ ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് ശരിക്കും എന്താണ് മാവ് ഉണ്ടല്ലോ, നമ്മുടെ ഫ്ലോർ, അതിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ധാന്യങ്ങളുടെയൊക്കെ പൊടി അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ്സിലൊക്കെയാണ് കൂടുതലായിട്ടും ഈ ഒരു റെഡ് ഫ്ലോർ ബീറ്റിലിനെ കാണുന്നത്. അപ്പോൾ ഇതിന് ലാർവയും അഡൽട്ടും ഒരേപോലെ ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. ഓപ്ഷൻ എ നമുക്ക് ഒഴിവാക്കാം. ഇനി ഓപ്ഷൻ ബി, റൈസ് വീവിൽ. ഇതിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് സിത്തോഫിലസ് ഒറൈസെ എന്നാണ് ഇതിന്റെ സയന്റിഫിക് നെയിം. ഇതിലും ലാർവയും അഡൽട്ടും ഒരേപോലെ ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. അഡൽട്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രെയിൻസിന്റെ അകത്തേക്ക് ബോർ ചെയ്ത് അതിന്റെ അകത്ത് എഗ് ലേ ചെയ്യും. അപ്പൊ ഈ ഹാച്ച് ചെയ്യുന്ന ലാർവ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്രെയിനിന്റെ അകത്തുള്ള കണ്ടന്റ് മുഴുവൻ തിന്നു തീർക്കും. ഇവരെ ഇന്റേണൽ ഫീഡേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇനി ഓപ്ഷൻ സി, കാപ്ര ബീറ്റിൽ. ട്രോഗോഡർമ ഗ്രനേറിയം എന്നാണ് ഇതിന്റെ സയന്റിഫിക് നെയിം. ഇതിൽ ഗ്രപ്പാണ് മേജർ ഡാമേജ് ഉണ്ടാക്കുന്നത്. പക്ഷെ അഡൽട്ടും ഇപ്പൊ അഡൽട്ടിന്റെ ലൈഫ് സ്പാൻ കൂടുതലാണെങ്കിൽ അഡൽട്ടും ഡാമേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ ഗ്രബാണ് മേജർ, പക്ഷെ അഡൽട്ടും ചെറിയ രീതിയിൽ ഡാമേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഓപ്ഷനും ഒഴിവാക്കാം. ഇനി ഓപ്ഷൻ ഡി, റൈസ് മോത്ത്. റൈസ് മോത്ത് എന്ന് പറയുന്നത് കോർസൈറ സെഫാലോണിക്ക എന്നാണ് ഇതിന്റെ സയന്റിഫിക് നെയിം. ഇതിന്റെ കാറ്റർപില്ലേഴ്സ് മാത്രമാണ് ഫീഡ് ചെയ്യുന്നത്, അഡൽട്സ് ഫീഡ് ചെയ്യുന്നേ ഇല്ല. അപ്പൊ ഈ ഒരു ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 3യുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് എ റൊഡന്റിസൈഡ്. അപ്പൊ റൊഡന്റിസൈഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ തന്നിരിക്കുന്ന കെമിക്കൽസിൽ ഏതൊക്കെയാണ് എന്നാണ്. അപ്പൊ നമ്മൾ കുറച്ച് റൊഡന്റിസൈഡ്സിന്റെ ഒക്കെ പേര് പഠിച്ചു വെച്ചിരിക്കണം. ഏതൊക്കെ കെമിക്കൽസ് ആണ് റൊഡന്റിസൈഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതെന്നൊക്കെ. മേജർ ആയിട്ട് യൂസ് ചെയ്യുന്ന മാത്രം ഞാൻ പറയാം. അലുമിനിയം ഫോസ്ഫൈഡ്, അതായത് റൊഡൻസിനെ കില്ല് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഫ്യൂമിഗന്റ് ആണ് അലുമിനിയം ഫോസ്ഫൈഡ്. ഇനി ബ്രോമോഡയോളിൻ, കൗമക്ലോർ, കൗമടെട്രാലിൽ, വാർഫാരിൻ എന്നൊക്കെ പറയുന്നത് സ്റ്റൊമക് പോയ്സൺസ് ആണ്. സോഡിയം സൈനൈഡ് ഒരു റെസ്പിറേറ്ററി ആക്ഷൻ ഉള്ള റൊഡന്റിസൈഡ് ആണ്. പിന്നെ സിങ്ക് ഫോസ്ഫൈഡ് ഒരു സിംഗിൾ ഡോസ് അക്യൂട്ട് റൊഡന്റിസൈഡ് ആണ്. അപ്പൊ ഈ പറഞ്ഞ സംഭവങ്ങളിൽ സിങ്ക് ഫോസ്ഫൈഡ് മാത്രമാണ് നമ്മുടെ ഓപ്ഷൻസിൽ ഉള്ളത്. അപ്പോൾ ബാക്കിയുള്ള കെമിക്കൽസ് എല്ലാം ഒരു റൊഡന്റിസൈഡ് ആക്ഷനോ അല്ലെങ്കിൽ ഇൻസെക്ടിസൈഡ് ആക്ഷനോ ഉള്ള കെമിക്കൽസ് അല്ല. ഇതിനൊക്കെ വേറെ വേറെ ഫങ്ഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ സിങ്ക് ഫോസ്ഫൈഡ് ആയാലും അലുമിനിയം ഫോസ്ഫൈഡ് ആയാലും ഇപ്പൊ സിങ്ക് ഫോസ്ഫൈഡ് ഒരു സ്റ്റൊമക് പോയ്സൺ ആണ്, അതായത് ഇൻജസ്റ്റ് ചെയ്താലുള്ള മാത്രമേ പോയ്സൺ ആക്ഷൻ ഉള്ളൂ. ഇനി അലുമിനിയം ഫോസ്ഫൈഡ് ആണെങ്കിൽ അതൊരു ഫ്യൂമിഗന്റ് ആണ്. ഇനി സിങ്ക് ഫോസ്ഫൈഡിന്റെ ആക്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു എലി വന്ന ആ ഒരു പോയ്സൺ കഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഗട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ഗട്ടിലേക്ക് ചെന്ന് ഗട്ട് എൻസൈംസുമായിട്ട് റിയാക്ട് ചെയ്ത് ഫോസ്ഫീൻ എന്ന് പറയുന്ന ഒരു ഗ്യാസ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി അലുമിനിയം ഫോസ്ഫൈഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലുമിനിയം ഫോസ്ഫൈഡിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫോസ്ഫീൻ ഗ്യാസ് ഉണ്ടാക്കൽ തന്നെയാണ്. അപ്പൊ ഫോസ്ഫീൻ ഗ്യാസ് ആണ് ഇതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ഫോസ്ഫീൻ ഗ്യാസ് വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ്. ഈ ഒരു ഗ്യാസ് കാരണമാണ് ശരിക്കും ഇതിന്റെ ഡെത്ത് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്, സിങ്ക് ഫോസ്ഫൈഡ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5, ദ പാരസിറ്റോയിഡ് ദാറ്റ് സക്സസ്ഫുള്ളി സപ്രസ് ദ പപ്പായ മീഡിബഗ് പോപ്പുലേഷൻ ഇൻ കേരള. അപ്പൊ കേരളത്തില് പപ്പായയില് അല്ലെങ്കിൽ പപ്പായ മീലിബഗിന്റെ പോപ്പുലേഷൻ കൂടിയപ്പോൾ അല്ലെങ്കിൽ ഇൻഫെസ്റ്റേഷൻ കൂടിയപ്പോൾ കുറച്ച് പാരസിറ്റോയിഡ്സിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എസെറോഫാഗസ്, സ്യൂഡോലെപ്റ്റോമാട്രിക്സ്, അനാഗൈറസ് എന്നൊക്കെ പറയുന്ന കുറച്ച് പാരസിറ്റോയിഡ് സ്പീഷീസ് കേരളത്തിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് പാരസിറ്റൈസ് ചെയ്തത് അസെറോഫാഗസ് പപ്പായെ എന്ന് പറയുന്ന സ്പീഷീസ് ആയിരുന്നു. അപ്പോൾ അസെറോഫാഗസ് സ്പീഷീസ്, അതായത് ഓപ്ഷൻ എ ആണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ. ഇനി ട്രൈക്കോഗ്രാമ എന്ന് പറയുന്നത് ട്രൈക്കോഗ്രാമയുടെ സ്പീഷീസ്, ഏത് സ്പീഷീസ് ആണെങ്കിലും ലെപ്പിഡോപ്റ്ററൻ പെസ്റ്റിനെ ആയിരിക്കും പാരസിറ്റൈസ് ചെയ്യുന്നത്. ഇനി അനാഗൈറസ് സ്പീഷീസ്, അനാഗൈറസ് ലോക്കി എന്ന് പറയുന്ന ഒരു സ്പീഷി ഉണ്ട്, അത് പപ്പായ മീലിബഗിൽ തന്നെയാണ് പാരസിറ്റൈസ് ചെയ്യുന്നത്. പക്ഷെ
അനാഗൈറസ് ലോപ്പസി എന്ന് പറയുന്ന വേറൊരു സ്പീഷീസ് ഉണ്ട്. അത് കസാവ മീലി ബഗിന്റെ സക്സസ്ഫുൾ ആയിട്ട് പാരസൈറ്റൈസ് ചെയ്യുകയും കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തൊരു പാരസിറ്റോയിഡ് ആണ് അനാഗൈറസ് ലോപ്പസി. ഇനി അനാഗൈറസ് ലോക്കി ആണെങ്കിൽ അത് പപ്പായ മീലി ബഗിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത്രയൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ 5. ഇതിന്റെ കറക്റ്റ് ആൻസർ അസെറോഫാഗസ് സ്പീഷീസ് ആണ്. ഇൻ പെർട്ടിക്കുലർ പറയുകയാണെങ്കിൽ അസെറോഫാഗസ് പപ്പായ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6, വെക്ടർ ഓഫ് യെല്ലോ വെയിൻ മൊസൈക് ഡിസീസ് ഇൻ ബിൻഡി. അതായത് ലേഡീസ് ഫിംഗറിൽ വരുന്ന യെല്ലോ വെയിൻ മൊസൈക് ഡിസീസ്, അതൊരു വൈറസ് ഡിസീസ് ആണ്. അതിന്റെ വെക്ടർ അല്ലെങ്കിൽ അതിനെ സ്പ്രെഡ് ചെയ്യുന്ന ഇൻസെക്ട് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വൈറ്റ് ഫ്ലൈസ് ആണ് കറക്റ്റ് ആൻസർ. ഇത് കാണാതെ പഠിക്കുന്ന തന്നെയാണ് വേണ്ടത്. ഒരു ലിസ്റ്റ് ഉണ്ടാക്കി കാണാതെ പഠിക്കുന്നതാണ് നല്ലത്. അല്ലാണ്ട് ഇതിന് പഠിക്കാനായിട്ട് നമുക്കൊരു സ്ട്രാറ്റജി ഒന്നും ഇല്ല. അപ്പോൾ കാണാതെ പഠിക്കുന്നത് നന്നായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 7, യെല്ലോ സ്റ്റിക്കി ട്രാപ്പ് ഇസ് യൂസ് ഫോർ ദ മാനേജ്മെന്റ് ഓഫ്. അപ്പൊ യെല്ലോ സ്റ്റിക്കി ട്രാപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സക്കിംഗ് പെസ്റ്റിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു സ്റ്റിക്കി ട്രാപ്പ് ആണ്. അതായത് അഫറ്റ്സ്, വൈറ്റ് ഫ്ലൈസ്, ത്രിപ്സ് ചില സാഹചര്യങ്ങളിൽ, വിന്റർ സീസൺ ആണെങ്കിൽ യെല്ലോ സ്റ്റിക്കി ട്രാപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ലീഫ് മൈനേഴ്സ് പോലുള്ള ഇൻസെക്ട്സിനെ അട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ മാനേജ് ചെയ്യാനാണ് യെല്ലോ സ്റ്റിക്കി ട്രാപ്പ് യൂസ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് മാനേജ്മെന്റിന് സഹായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോണിറ്റർ ചെയ്യാൻ, അതായത് ഇതിന്റെ ഇൻസിഡൻസ് മനസ്സിലാക്കാനും പിന്നെ മാസ് ട്രാപ്പിംഗ്, അതായത് ഒരുപാട് നമ്പേഴ്സിനെ ട്രാപ്പ് ചെയ്ത് കൊല്ലാനും ആണ് ഈ ഒരു യെല്ലോ സ്റ്റിക്കി ട്രാപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് അഫറ്റ്സ് ആൻഡ് വൈറ്റ് ഫ്ലൈസ് ആണ്. ഇനി ബ്ലൂ സ്റ്റിക്കി ട്രാപ്പ് ഏതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ ഏതിന്റെ മാനേജ്മെന്റിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രിപ്സ് എന്ന് പറയാം. ഇനി ബ്ലാക്ക് സ്റ്റിക്കി ട്രാപ്സ് പ്യൂട്ട അബ്സല്യൂട്ട അല്ലെങ്കിൽ ടൊമാറ്റോ പിൻവേം എന്ന് പറയുന്ന പെസ്റ്റിന്റെ മാനേജ്മെന്റിനാണ് ബ്ലാക്ക് സ്റ്റിക്കി ട്രാപ്സ് യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 8, കോമൺ പ്രെഡേറ്റർ ഓഫ് അഫറ്റ് കോളനീസ് ആർ. അപ്പൊ അഫറ്റ് കോളനീസിന്റെ കോമൺ ആയിട്ടുള്ള പ്രെഡേറ്റർ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ പാരറ്റ്സും സ്ക്വിറൽസും ഒക്കെ പ്രെഡേറ്റേഴ്സ് ആണ്, പക്ഷെ അത് കുറച്ചുകൂടി വലിയ ഇൻസെക്ട്സിനെ ആയിരിക്കും പ്രെഡേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു 2 ഓപ്ഷൻ നമുക്ക് തൽക്കാലം ക്യാൻസൽ ചെയ്യാം. ഇനി 2 ഓപ്ഷൻസ് ആണുള്ളത്, കോക്സിനലഡ് ബീറ്റിൽസ് ആൻഡ് മിററ്റ് ബഗ്സ്. കോക്സിനലഡ് ബീറ്റിൽസ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും കോളിയോപ്റ്ററൻ ഓർഡറിൽ വരുന്ന പ്രെഡേറ്റേഴ്സ് ആണ്. ഇതിൽ ഒരുപാട് സ്പീഷീസ് ഉണ്ട്. മിക്കവാറും സ്പീഷീസും ഏതെങ്കിലും ഒരു സക്കിംഗ് പെസ്റ്റിനെ ആയിരിക്കും കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പ്രെഡേറ്റർ എന്ന് പറയുന്നത് റോഡോളിയ കാർഡിനാലിസ് എന്ന് പറയുന്ന പ്രെഡേറ്റർ ആണ്. അത് ഐസേറിയ പർച്ചേസി അല്ലെങ്കിൽ കോട്ടനി കുഷ്യൻ സ്കെയിലിന് അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഒരു പ്രെഡേറ്റർ ആണ്. ഇതായിരുന്നു ഒരു ഫസ്റ്റ് സക്സസ്ഫുൾ മാനേജ്മെന്റ് ഓഫ് പെസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു റോഡോളിയ കാർഡിനാലിസ് വെച്ചിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആയിരുന്നു. അപ്പോൾ കോക്സിനലഡ് ബീറ്റിൽസ് ആണ് അഫറ്റ് കോളനീസിന്റെ കോമൺ ആയിട്ടുള്ള പ്രെഡേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി മിററ്റ് ബഗ്സ് എന്ന് പറയുന്നത് ഹെമിപ്റ്ററൻ ഓർഡറിൽ നിന്ന് കാണുന്ന പ്രെഡേറ്റേഴ്സിനെയാണ് മിററ്റ് ബഗ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഗ്രീൻ മിററ്റ് ബഗ് അല്ലെങ്കിൽ സെർട്ടോറൈനസ് ലിവിഡിപ്പെന്നസ് എന്നൊക്കെ പറയുന്ന ഒരു പ്രെഡേറ്റർ ഉണ്ട്. അത് പൊതുവെ ലീഫ് ഹോപ്പേഴ്സ് അല്ലെങ്കിൽ പ്ലാന്റ് ഹോപ്പേഴ്സിനൊക്കെ ആയിരിക്കും പ്രെഡേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായിരുന്നു? ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കോക്സിനലഡ് ബീറ്റിൽസ് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ പെസ്റ്റ് ദാറ്റ് ക്യാൻ ബി കൺട്രോൾഡ് യൂസിങ് BT ബ്രിഞ്ചോൾ. BT ബ്രിഞ്ചോൾ വെച്ച് കൺട്രോൾ ചെയ്യുന്ന ഇതിൽ ഏത് പെസ്റ്റിനെയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ BT ബ്രിഞ്ചോൾ എന്താണ്? BT ബ്രിഞ്ചോൾ എന്ന് പറഞ്ഞാൽ ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ് ആണ്. അതായത് ഒരു ജീൻ ബാക്ടീരിയയിൽ നിന്ന്, അതായത് ബാസിലസ് തുറിഞ്ചൻസിൽ നിന്ന് ഒരു ജീനിനെ ഈ ഒരു ബ്രിഞ്ചോളിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് അഗ്രോബാക്ടീരിയം മീഡിയേറ്റഡ് ഇൻകോപ്പറേഷൻ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ ഈ ഒരു ബ്രിഞ്ചോളിലേക്ക് ഈ ഒരു ജീനിനെ ഇൻകോപ്പറേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ് ആണ് BT ബ്രിഞ്ചോൾ. അപ്പൊ ജീൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CRY1AC എന്ന് പറയുന്ന ഒരു ജീൻ, ഡെൽറ്റ എൻഡോടോക്സിന് വേണ്ടി കോഡ് ചെയ്യുന്ന ഒരു ജീനാണ് ഈ ഒരു CRY1AC എന്ന് പറയുന്ന ജീൻ. ഇത് BTയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ജീൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി ലെപ്പിഡോപ്റ്ററൻ പെസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു
ടോക്സിൻ ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ലെപ്പിഡോപ്റ്ററൻ പെസ്റ്റ് ഏതാണെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ലേസ്വിങ്, മീലിബഗ്, സ്കെയിൽസ് ഒക്കെ എന്താണ് സക്കിംഗ് പെസ്റ്റ് ആണ്, ഹെമിപ്റ്ററയിൽ വരുന്നതായിരിക്കും. ഇനി ബ്രിഞ്ചോൾ ഫ്രൂട്ട് ആൻഡ് ഷൂട്ട് ബോറർ അല്ലെങ്കിൽ ലൂസിനോൾസ് ഓർബനാലിസ് ഒരു ലെപ്പിഡോപ്റ്ററൻ പെസ്റ്റ് ആണ്. അതിനെ കൺട്രോൾ ചെയ്യാൻ തന്നെയാണ് ബി.ടി. ബ്രിഞ്ചോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ബി.ടി. ബ്രിഞ്ചോൾ ശരിക്കും എന്താണ് ഡെവലപ്പ് ചെയ്തെടുത്തത് മഹൈക്കോ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഇനി ഇതിന്റെ ആദ്യമായിട്ട് കൊമേഴ്ഷ്യലി കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങിയത് ബംഗ്ലാദേശിലാണ്. 2013 ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10, സയന്റിഫിക് നെയിം ഓഫ് ലിറ്റിൽ ബി ഈസ്. അപ്പോൾ ലിറ്റിൽ ബീന്റെ സയന്റിഫിക് നെയിം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം. ഓപ്ഷൻ എ അപ്പിസ് സെറേന. അപ്പിസ് സെറേന എന്ന് പറയുന്നത് ഇന്ത്യൻ ഹൈവ് ബി ആണ്. അപ്പോ അപ്പിസ് സെറേന ഇൻഡിക്ക എന്നൊക്കെ പറയും. ഇനി അപ്പിസ് മെല്ലിഫെറ, അത് ഇറ്റാലിയൻ അല്ലെങ്കിൽ യൂറോപ്യൻ ബി ആണ്. ഇപ്പോൾ ഇന്ത്യയിൽ കാണുന്ന ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ടുള്ള ബീസിൽ ഏറ്റവും കൂടുതൽ അപ്പിസ് മെല്ലിഫെറയുടെ ഹൈവ്സ് തന്നെയായിരിക്കും ഉണ്ടാവുക. ഇനി അപ്പിസ് ഫ്ലോറയാണ് ലിറ്റിൽ ബി. ഇനി അപ്പിസ് ഡോർസേറ്റ എന്താണ്? അപ്പിസ് ഡോർസേറ്റ റോക്ക് ബി ആണ്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് ഈ ഒരു സ്പീഷീസിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള വേറൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ബി ഉണ്ടാക്കുന്ന ഹണിയാണ് ആയുർവേദിക് മെഡിസിൻസിൽ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അതും ലിറ്റിൽ ബി ആണ് അല്ലെങ്കിൽ അപ്പിസ് ഫ്ലോറയാണ്. ഇനി അപ്പിസ് ഫ്ലോറ എന്ന ഓപ്ഷൻ ഇല്ല എങ്കിൽ ഹിമാലയൻ ബി അല്ലെങ്കിൽ അപ്പിസ് ലെബോറിയോസ എന്ന് പറയുന്ന ബി ഉണ്ടെങ്കിലും അത് കറക്റ്റ് ആൻസർ ആണ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ, ഇപ്പൊ റീസെന്റ് ആയിട്ട് എന്താണ് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിൽ നിന്ന് ഒരു അപ്പിസ് സ്പീഷീസിനെ അല്ലെങ്കിൽ ഒരു ഹണി ബി സ്പീഷീസിനെ ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. അതിന്റെ പേര് അപ്പിസ് കരിഞ്ഞോഡിയൻ എന്നാണ്. ആ ഒരു ക്വസ്റ്റ്യനും ഈ ഒരു പാർട്ടിൽ നിന്ന് വരാം. ഇനി ഈ ഒരു അപ്പിസ് ഫ്ലോറെ ഒരു 0.5 കിലോഗ്രാം, അതായത് 1/2 കിലോ മാത്രം ആണ് ഒരു ഹൈവിൽ നിന്ന് ഹണി ഉണ്ടാക്കുന്നത്. അതായത് ഒരു ഹൈവിൽ നിന്ന് 1/2 കിലോ ഹണി മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അതായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ നമ്പർ 10ന്റെ ആൻസർ. ഓപ്ഷൻ സി ആണ് അപ്പിസ് ഫ്ലോറെ. ക്വസ്റ്റ്യൻ നമ്പർ 11, ദ ഇൻസെക്ട് വെക്ടർ ഓഫ് ഡെങ്കു ഫീവർ. ഈ ഒരു ഡെങ്കു ഫീവർ പരത്തുന്ന ഇൻസെക്ട് വെക്ടർ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം മൊസ്കിറ്റോ ആണ് എന്ന് നമുക്കറിയാം. ഏത് സ്പീഷീസ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏഡസ് ഈജിപ്തി ആണ് കറക്റ്റ് ആൻസർ. ഏഡസ് ഈജിപ്തി എന്ന പണ്ട് കാലത്ത് ഗുഡ് നൈറ്റിന്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നു. ഡെങ്കു പരത്തുന്ന കൊതുകുകൾ രാവിലെയാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞ് ഉള്ള ഒരു പരസ്യം ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏഡസ് ഈജിപ്തി ഡേ ബൈറ്റേഴ്സ് ആണ്. അതായത് രാത്രിയല്ല, ഇത് പകലാണ് കടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതാണ് ആ ഒരു പരസ്യത്തിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഏഡസ് ഈജിപ്തി ആണ് ഡെങ്കു പരത്തുന്നത്, അത് രാവിലെയാണ് കടിക്കുന്നത്, അല്ലെങ്കിൽ ഡേ ബൈറ്റേഴ്സ് ആണ്. ഇനി അനോഫിലസ് സ്പീഷീസ് മലേറിയ ആണ് പരത്തുന്നത്. ഇനി ക്യൂലസ് സ്പീഷീസ് ആണെങ്കിൽ ഫിലേരിയാസിസ് അല്ലെങ്കിൽ ജാപ്പനീസ് എൻസെഫലൈറ്റിസ് എന്നൊക്കെ പറയുന്ന ഡിസീസസിന്റെ വെക്ടേഴ്സ് ആണ് ക്യൂലെക്സ് എന്ന് പറയുന്ന സ്പീഷീസ്. കുറച്ച് എന്താണ് ഹ്യൂമൻ ഡിസീസസും അതിന്റെ വെക്ടേഴ്സും ഞാനിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ കുറെ മൊസ്കിറ്റോസ് പരത്തുന്നത് ഏതൊക്കെ ഡിസീസസ് ആണ്, അല്ലാത്ത ഇൻസെക്ട്സ് പരത്തുന്ന ഏതൊക്കെ ഡിസീസസ് ഒക്കെയാണെന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മലേറിയ, ഡെങ്കു നമ്മൾ പറഞ്ഞു. ചിക്കൻ ഗുനിയയും ഏഡിസ് ആണ് പരത്തുന്നത്. സിക്ക ഫീവർ ആൻഡ് യെല്ലോ ഫീവറും ഏഡിസ് തന്നെയാണ് പരത്തുന്നത്. ക്യൂലെക്സ് പരത്തുന്നത് ഫിലേരിയാസിസ്, ജാപ്പനീസ് എൻസെഫലൈറ്റിസ് ഞാൻ പറഞ്ഞതാണ്. ഇനി വെസ്റ്റ് നൈൽ ഫീവർ എന്ന് പറയുന്ന ഒരു ഡിസീസും ക്യൂലെക്സ് തന്നെയാണ് പരത്തുന്നത്. ഇനി സ്ലീപ്പിംഗ് സിക്നെസ് അതൊക്കെ പരത്തുന്നത് ഏതാണ്? ടെറ്റ്സെ ഫ്ലൈ ആണ്. കാല അസർ അല്ലെങ്കിൽ ലീഷ്മാനിയാസിസ് ഒക്കെ സാൻഡ് ഫ്ലൈ ആണ് പരത്തുന്നത്. ഇനി ടൈഫസ് ഫീവർ ആണെങ്കിൽ അല്ലെങ്കിൽ റിലാപ്സിംഗ് ഫീവർ ആണെങ്കിൽ ലൗസ് അല്ലെങ്കിൽ ബോഡി ലൗസ് എന്നൊക്കെ പറയുന്ന പെഡിക്കുലസ് ഹ്യൂമാനസ് എന്ന് പറയുന്ന ഒരു ലൗസ് ആണ് ഈ ഒരു റിലാപ്സിംഗ് ഫീവർ അല്ലെങ്കിൽ ടൈഫസ് ഫീവർ ഒക്കെ പരത്തുന്നത്. ഇനി ആഫ്രിക്കൻ ഐ വോം, അത് ഡിയർ ഫ്ലൈ ആണ് പരത്തുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് എന്താണ് പല ഡിസീസസും അതിന്റെ വെക്ടേഴ്സും. ഹ്യൂമൻ ഡിസീസസിന്റെ വെക്ടേഴ്സും പ്ലാന്റ് ഡിസീസിന്റെ വെക്ടേഴ്സും ഒരു ലിസ്റ്റ് ഉണ്ടാക്കി, ഇതുപോലെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി പഠിച്ചു വെച്ചിരിക്കുക.
Question number 12. Carbofuran 3G is now temporarily substituted by. അപ്പോൾ കാർബോഫ്യൂറാൻ 3Gനെ എന്തോ ഒരു കാരണം കൊണ്ട് കാർബോഫ്യൂറാൻ 3G ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല, അതിന് പകരം വേറൊരു കെമിക്കലാണ് യൂസ് ചെയ്യുന്നത്. അത് ഏത് കെമിക്കൽ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ എ കാർബോസൾഫാൻ 6G ആണ് കറക്റ്റ് ആൻസർ. കാർബോഫ്യൂരാനും കാർബോസൾഫാനും കാർബാമേറ്റ് ഇൻസെക്ടിസൈഡ്സ് ആണ്. കാർബോഫ്യൂരാന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത് ഗ്രാനുലാർ ഫോമിൽ കാണുന്ന സോയിലിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ടൈപ്പ് ഇൻസെക്ടിസൈഡ് ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത കാര്യം അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗ്രാനുലാർ ഫോമിൽ ആയതുകൊണ്ട് തന്നെ സീഡ്സ് ആണ് അല്ലെങ്കിൽ ഗ്രെയിൻസ് ആണ് എന്ന് തെറ്റിദ്ധരിച്ച് പല ബേർഡ്സും ഈ ഒരു ഗ്രാനുവൽസ് കഴിക്കുകയും സ്പോട്ടിൽ തട്ടിപ്പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ബേർഡ്സ് ഈ ഒരു ഇൻസെക്ടിസൈഡ് ഇഞ്ചക്ഷൻ കാരണം ചത്തൊടുങ്ങിയത് കൊണ്ടാണ് ഈ ഒരു കാർബോഫ്യൂറാൻ 3Gനെ നമ്മൾ ടെമ്പററി ആയിട്ട് വിഡ്രോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കാർബോസൾഫാൻ 6G ആണ്. കാർബോഫ്യൂറാൻ 3Gക്ക് പകരം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന കാർബോസൾഫാൻ 6G എന്ന് പറയുന്ന ഒരു കാർബാമേറ്റ് ഇൻസെക്ടിസൈഡ് ആണ്. വേറൊരു കാര്യം, ഈ ഒരു കാർബോഫ്യൂറാൻ 3Gക്ക് ഒരു ടോക്സിസിറ്റി കൂടുതൽ ആയതുകൊണ്ടും ഇതിന്റെ റെസിഡ്യൂ കൂടുതലായതുകൊണ്ടും കൂടിയാണ് ഇതിനിപ്പോൾ ടെമ്പററി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13. BPH ടോളറന്റ് വെറൈറ്റി ഓഫ് റൈസസ്. അപ്പൊ BPH അല്ലെങ്കിൽ ബ്രൗൺ പ്ലാന്റ് ഹോപ്പറിന് ടോളറന്റ് ആയിട്ടുള്ള റൈസ് വെറൈറ്റി ഈ തന്നിരിക്കുന്നതിൽ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇനി ജ്യോതിയും ഉമയും ബ്ലാസ്റ്റ്, റൈസിൽ വരുന്ന ബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഡിസീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡിസീസിന് റെസിസ്റ്റന്റ് ആയിട്ടുള്ള റൈസിന്റെ വെറൈറ്റീസ് ആണ്. അപ്പൊ ഓപ്ഷൻ ഡി കാഞ്ചന എന്ന് പറയുന്ന വെറൈറ്റി BPHന് ടോളറന്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. KU റിലീസ് ചെയ്തിട്ടുള്ള വെറൈറ്റീസ് ആണ് ഈ തന്നിരിക്കുന്നത്. അതിൽ കാഞ്ചനയും ജ്യോതിയും ഉമയും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി കുതിരു എന്ന് പറയുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു റൈസ് വെറൈറ്റി ഉണ്ട്. അത് BPHന് ടോളറൻസും കാണിക്കുന്നുണ്ട്. പോരാത്തതിന് സ്റ്റെം ബോററിന് മോഡറേറ്റ് റെസിസ്റ്റൻസും ഈ ഒരു വെറൈറ്റി കാണിക്കുന്നുണ്ട്. ഇപ്പൊ KU ഈ ഒരു വെറൈറ്റീനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായിരുന്നു? ഓപ്ഷൻ ഡി കാഞ്ചന. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14. ദ പെസ്റ്റ് ദാറ്റ് അഫക്ട് എക്സ്പോർട്ട് ക്വാളിറ്റി ഓഫ് മാംഗോ ഫ്രൂട്ട്സ്. അപ്പൊ മാംഗോയുടെ എക്സ്പോർട്ട് ക്വാളിറ്റിനെ ബാധിക്കുന്ന ഒരു പെസ്റ്റ് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോ ഇപ്പൊ നമ്മൾ മാംഗോനെ ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യ ആയിരുന്നു മാംഗോന്റെ എക്സ്പോർട്ടിൽ നമ്പർ 1, അതായത് ഹയസ്റ്റ് എക്സ്പോർട്ടിംഗ് കൺട്രി എന്ന് പറയുന്നത് മാംഗോന്റെ കേസിൽ ഇന്ത്യ ആയിരുന്നു. അപ്പൊ ഇത് ഇമ്പോർട്ട് ചെയ്യുന്ന കൺട്രി കുറച്ച് കാര്യങ്ങൾ നോക്കും. ചില പെസ്റ്റിന്റെ ഒക്കെ ഇൻസിഡൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഇൻഫെസ്റ്റേഷൻ ഉണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അതിൽ പ്രൈമറി ആയിട്ട് നോക്കുന്നത് ഫ്രൂട്ട് ഫ്ലൈയുടെ ഇൻഫെസ്റ്റേഷൻ ഉണ്ടോ എന്നാണ്. അഥവാ പ്രൈമറി എക്സ്പോർട്ട് ബാരിയർ ഇൻ മാംഗോ എന്ന് പറയുന്നത് ഈ ഒരു ഫ്രൂട്ട് ഫ്ലൈ ആണ്. ഫ്രൂട്ട് ഫ്ലൈ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാന്റിൽ അല്ലെങ്കിൽ ട്രീയിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് മാംഗോ ഫ്രൂട്ട്സിന്റെ സ്കിന്നിൽ എഗ്ലേ ചെയ്യുകയും ഈ ഹാച്ച് ചെയ്യുന്ന ലാർവെ മാംഗോന്റെ പൾപ്പിനെ മുഴുവൻ തിന്നു തീർക്കുകയും ഇത് അഴുകി തൊലിഞ്ഞ് താഴെ വീഴുന്ന ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ഫ്രൂട്ടിനെ ആക്കുകയും ചെയ്യുന്നുണ്ട്. ഇൻ കേസ് മാംഗോ എഗ് ലേ ചെയ്യുകയാണെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു എഗ് ഹാച്ച് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ആ ഒരു ഏരിയയിൽ പുതിയ ഒരു ഏരിയയിലേക്ക് ഈ ഒരു ഫ്രൂട്ട് ഫ്ലൈനെ ഇൻട്രൊഡ്യൂസ് ചെയ്യായിരിക്കും അപ്പോൾ ചെയ്യുക. നമ്മൾ ഡെലിബറേറ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്യല്ല, പക്ഷെ അങ്ങനെ ആയി പോകാം. അതുകൊണ്ട് അവർ ആദ്യം നോക്കുന്നത് ഈ ഒരു ഫ്രൂട്ട് ഫ്ലൈന്റെ ഇൻഫെസ്റ്റേഷൻ അല്ലെങ്കിൽ എഗ് എന്തെങ്കിലും ഉണ്ടോ എന്നായിരിക്കും ആദ്യം നോക്കുന്നത്. ഇനി നട്ട്വീവിൽ എന്ന് പറയുന്ന ഒരു പെസ്റ്റ് സ്റ്റെർണോക്കേറ്റ സ്പീഷീസ് ആണ്. അതായിരിക്കും രണ്ടാമത്തെ നോക്കുന്നത്. ഫ്രൂട്ട് ഫ്ലൈയുടെ ഇൻഫെസ്റ്റേഷൻ ഇല്ലെങ്കിൽ അടുത്ത നോക്കുന്നത് എന്തായിരിക്കും? നട്ട്വീവൽ ഉണ്ടോ എന്നായിരിക്കും നോക്കുന്നത്. ഇതൊരു ക്വാറന്റൈൻ പെസ്റ്റ് ആണ്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർബിൾ സൈസ് അഥവാ ഒരു ഗോലിയൊക്കെ ഇല്ല, ഗോലിയുടെ സൈസിലാകുമ്പോൾ മാംഗോയുടെ ഫ്രൂട്ട് ഗോലിയുടെ സൈസിലാകുമ്പോൾ ഇതിലേക്ക് എൻ്റർ ചെയ്യുകയും ബോർ ചെയ്യുകയും ഒരു ടി ഷേപ്പ് മാർക്കിംഗ്, ആ ഒരു ബോർ ഹോൾസ് എന്ന് പറയുന്ന ഒരു ടി ഷേപ്പ് മാർക്കിംഗ് കാണാൻ പറ്റും. എന്നിട്ട് ഇത് മാംഗോന്റെ പൾപ്പിലൊക്കെ ഫീഡ് ചെയ്ത് എൻഡോകാർപ്പിലെത്തിയും എൻഡോകാർപ്പ് തുറന്ന് കോട്ട്ലിഡനിലേക്ക് കടക്കുകയും കോട്ട്ലിഡൻ തിന്നു തീർക്കുകയും ചെയ്യും. ഇതാണ് നട്ട്വീവലിന്റെ ഡാമേജ് എന്ന് പറയുന്നത്. അപ്പോൾ നട്ട്വീവൽ ഒരു ക്വാറന്റൈൻ പെസ്റ്റ് ആണ്, ഫ്രൂട്ട് ഫ്ലൈ ആണ്
പ്രൈമറി എക്സ്പോർട്ട് ബാരിയർ അല്ലെങ്കിൽ എക്സ്പോർട്ട് ക്വാളിറ്റി നോക്കുമ്പോൾ ആദ്യം നോക്കുന്നത് ഫ്രൂട്ട് ഫ്ലൈയുടെ ഇൻഫെസ്റ്റേഷൻ ഉണ്ടോ എന്നാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 15, സയന്റിഫിക് ഇൻ കേസ് ഈ ഒരു 14th ക്വസ്റ്റ്യനിൽ ഫ്രൂട്ട് ഫ്ലൈ ഇല്ലായിരുന്നുവെങ്കിൽ ആൻസർ നട്ട്ബീവൽ എന്നായിരിക്കും കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 15, സയന്റിഫിക് നെയിം ഓഫ് കോക്കനട്ട് ഇരിയോഫിഡ് മൈറ്റ്. അപ്പോൾ ഇരിയോഫിഡ് മൈറ്റിന്റെ കോക്കനട്ടിൽ കാണുന്ന ഇരിയോഫിഡ് മൈറ്റിന്റെ സയന്റിഫിക് നെയിം എന്താണെന്നാണ്. ഇപ്പൊ നമ്മൾ പെസ്റ്റ് പഠിക്കുമ്പോൾ തന്നെ സയന്റിഫിക് നെയിമും പഠിക്കുന്നതാണ്. ഇതൊരു ഡയറക്റ്റ് ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി അസേരിയ ഗ്വാററോണിസ് ആണ് കറക്റ്റ് ആൻസർ. ഈ ഒരു പെസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇൻഫ്ലോറസൻസ് പൂങ്കുലയിൽ പെരിയാന്തന്റെ അടിയിൽ ഒളിച്ചിരിക്കുകയും നട്ട് വരുന്ന സമയത്ത് നട്ടിന്റെ ഈ ഒരു സോഫ്റ്റ് പോർഷൻസിനൊക്കെ ആ ഒരു സോഫ്റ്റ് പോർഷൻസിൽ നിന്നൊക്കെ സാപ്പ് സക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാപ്പ് സക്ക് ചെയ്യുന്ന കാരണം ഈ ഒരു നട്ടിന് ഒരു കംപ്ലീറ്റ് ഗ്രോത്ത് ഉണ്ടാകുന്നില്ല, ഒരു ഡീഫോംഡ് ഗ്രോത്ത് ആയിരിക്കും ആ ഒരു നട്ടിന് ഉണ്ടാകുന്നത്. പോരാത്തതിന് ഈ ഒരു നട്ടിന്റെ സർഫസ് പൊട്ടുകയും അതിൽ നിന്ന് ഒരു ഗമ്മി ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് എക്സ്യൂഡ് ചെയ്യുക അല്ലെങ്കിൽ പുറത്ത് വരികയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു അസേരിയ ഗ്വാററോണിസ് അല്ലെങ്കിൽ ഈ കോക്കനട്ട് എരിയോഫൈഡ് മൈറ്റിന്റെ ഡാമേജ് എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 16, ഫുഡ് ഗിവൺ ടു ഹണി ബി ലാർവേ വിച്ച് ലേറ്റർ ഡെവലപ്സ് ടു ക്യൂർ. അപ്പൊ ആദ്യം എഗ് ലേ ചെയ്യുന്ന സമയത്ത് എല്ലാ ലാർവയ്ക്കും കൊടുക്കുന്നത് ഒരേ ഫുഡ് തന്നെ ആയിരിക്കും. ഈ ഒരു ഫുഡിന്റെ അളവിലുള്ള വ്യത്യാസമായിരിക്കും ആ ലാർവെ ക്യൂൻ ആകണോ വർക്കർ ആവണോ ഡ്രോൺ ആവണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ ഫുഡ് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ റോയൽ ജെല്ലി ആണ് കറക്റ്റ് ആൻസർ. ഇനി റോയൽ ജെല്ലി എന്ന് കേൾക്കുന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഓക്കെ റോയൽ ആയതുകൊണ്ട് ക്യൂൻ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. അല്ല, ഇത് ക്യൂൻ അല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇത് വർക്കർ ബീസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വർക്കർ ബീസിന്റെ ഹൈപ്പോഫാരിഞ്ചൽ ഗ്ലാൻസ് സെക്രേറ്റ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ഈ ഒരു റോയൽ ജെല്ലി എന്ന് പറയുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന്റെ കണ്ടന്റ് ആയിരിക്കും, ഈ ഒരു റോയൽ ജെല്ലിയുടെ കണ്ടന്റ് ആയിരിക്കും ഈ ഒരു ലാർവെ ക്യൂൻ ആകണോ അല്ലെങ്കിൽ വർക്കർ ആവണോ ഡ്രോൺ ആവണോ എന്നൊക്കെ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന്റെ കണ്ടന്റ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ക്യൂന്റെ ലാർവൽ സ്റ്റേജ് 5 ദിവസവും വർക്കറിന്റെ 4 ദിവസവും ഡ്രോണിന്റെ 7 ദിവസവുമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഈ 5 ദിവസവും ക്യൂനിന് റോയൽ ജെല്ലി തന്നെയാണ് കൊടുക്കുന്നത്. 5 ദിവസം റോയൽ ജെല്ലി തന്നെയായിരിക്കും ഇതിന് കൊടുക്കുന്നത്, വേറെ ഫുഡൊന്നും കൊടുക്കില്ല. ഇനി വർക്കറിനാണെങ്കിൽ ആദ്യത്തെ ഒരു ദിവസം മാത്രമേ പാവത്തിന് റോയൽ ജെല്ലി കൊടുക്കുള്ളൂ. ബാക്കിയുള്ള 3 ദിവസം ബീ ബ്രെഡ് എന്ന് പറയുന്ന പോളനും നെക്ടറും ഒക്കെ കലർന്ന ഒരു സാധനമാണ് ബീ ബ്രെഡ് എന്ന് പറയുന്നത്. ബാക്കി 3 ദിവസം അതിന് ബീ ബ്രെഡ് ആയിരിക്കും കൊടുക്കുന്നത്. ഇനി ഡ്രോൺ ആണെങ്കിൽ 7 ദിവസത്തിൽ ആദ്യത്തെ 3 ദിവസം റോയൽ ജെല്ലിയും ബാക്കി 4 ദിവസം റോയൽ ജെല്ലിയും ബീ ബ്രെഡും കൂടിയായിരിക്കും കൊടുക്കുന്നത്. അപ്പോ വർക്കറിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അവരാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പക്ഷെ അവർക്ക് കിട്ടുന്നതോ ഏറ്റവും കുറവ് ക്വാണ്ടിറ്റി ആണ് റോയൽ ജെല്ലി ഈ ഒരു വർക്കേഴ്സിന് കിട്ടുന്നത്. ഏറ്റവും ഹയസ്റ്റ് ക്വാണ്ടിറ്റി കിട്ടുന്നതുകൊണ്ടാണ് ആ ഒരു ലാർവെ എന്തായി മാറുന്നത്, ക്യൂനായി മാറുന്നത്. ഇനി ക്യൂൻ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ക്യൂൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് തന്നെയാണ്, അതൊരു ഫെറമോൺ ആണ്. നെക്ടർ ഇവർ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല, നെക്ടർ ഇവർ പുറത്തുപോയി കളക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് നെക്ടർ എന്ന് പറയുന്നത്. ഇനി നെക്ടർ ഒരു ഫുഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീ ബ്രെഡിന്റെ ഒരു പാർട്ട് നെക്ടർ ആണ് എന്ന് പറയാം, അല്ലാതെ മേജർ ഫുഡ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇനി ക്യൂനിന്റെ ഡെവലപ്മെന്റിൽ നെക്ടറിന് ഒരു പാർട്ടും ഇല്ല, എന്ത് മാത്രമേ കൊടുക്കുന്നുള്ളൂ, റോയൽ ജെല്ലി മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ്, റോയൽ ജെല്ലി. ക്വസ്റ്റ്യൻ നമ്പർ 17, mechanism by which the host plant adversely affects the biology of insects and its progeny. അപ്പോ ഇൻസെക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ചില ഹോസ്റ്റ് പ്ലാന്റ്സ് ചില ഇൻസെക്ട്സിനോട് റെസിസ്റ്റന്റ് ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകാൻ 3 മെക്കാനിസം ഉണ്ടാകും. അതായത് ഈ ഒരു ഹോസ്റ്റ് പ്ലാന്റ് 3 മെക്കാനിസം കാണിക്കും ഇൻസെക്റ്റിൽ നിന്ന് റെസിസ്റ്റൻസ് നേടാനായിട്ട്. അപ്പൊ ആ ഒരു 3 മെക്കാനിസം എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്റിസിനോസിസ്, ആന്റിബയോസിസ് ആൻഡ് ടോളറൻസ്. ഇതാണ് ആ ഒരു 3 മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ആന്റിസിനോസിസ് എന്താണെന്ന് നോക്കാം. ഇപ്പോ ഒരു പെർട്ടിക്കുലർ ഹോസ്റ്റ് പ്ലാന്റ്, ഏതെങ്കിലും ഒരു പ്ലാന്റ് എടുക്കുകയാണ്, അതിന്റെ ആ ഒരു പ്ലാന്റിന്റെ എന്തെങ്കിലും ഒരു മോർഫോളജിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് കാരണം ഒരു ഇൻസെക്ട് അതില് ഇരിക്കാനോ അല്ലെങ്കിൽ അതിനെ ഫീഡ് ചെയ്യാനോ എഗ് ലേ ചെയ്യാനോ പ്രിഫർ ചെയ്യില്ല.
അപ്പൊ ഇത് തന്നെയാണ് നോൺ പ്രിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്ലാന്റിനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും ഇൻസെക്ട് പ്രിഫർ ചെയ്യുന്നില്ല. അതായത് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് ആ ഇൻസെക്റ്റിനെ റിപ്പൽ ചെയ്യാണ് ചെയ്യുന്നത്. എൻ്റെ അടുത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുകയാണ് ചെയ്യുന്നത്. അതായത് അല്ലെങ്കിൽ ഇൻസെക്ട് എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് അതിൻ്റെ അടുത്തേക്ക് പോകുന്നേ ഇല്ല. ആ ഒരു സംഭവത്തിനെയാണ് ആന്റി സിനോക്സിസ് എന്ന് പറയുന്നത്. ആന്റി എന്ന് പറഞ്ഞാൽ എഗെയിൻസ്റ്റ് എന്നും സെനസ് എന്ന് പറഞ്ഞാൽ ഗസ്റ്റ് എന്നുമാണ്. അതായത് ഈ ഒരു പ്ലാന്റിലേക്ക് വരുന്ന ഗസ്റ്റ് ആണ് ഇൻസെക്ട്. അതായത് ഈ ഗസ്റ്റിനെ ഈ ഒരു പ്ലാന്റ് കയറ്റുന്നില്ല, വീട്ടിലേക്ക് പോലും കയറ്റുന്നില്ല. അത് അത് ആ ഒരു മെക്കാനിസത്തിനെയാണ് ആന്റി സിനോക്സിസ് അല്ലെങ്കിൽ നോൺ പ്രിഫറൻസ് എന്ന് പറയുന്നത്. ഇനി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോട്ടൺ ലീവ്സിൽ കാണുന്ന ട്രൈക്കോംസ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് വൈറ്റ് ഫ്ലൈനെ എഗ് ലേ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ആ ഒരു ലീവ്സിൽ എഗ് ലേ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അതൊരു മോർഫോളജിക്കൽ ക്യാരക്ടറാണ്. ഇനി അതുപോലെ തന്നെ ക്രൂസിഫേഴ്സിൽ കാണുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പെസ്റ്റാണ് ഡീബിയം അല്ലെങ്കിൽ ഡയമണ്ട് ബാക്ക് മോത്ത്, പ്ലൂട്ടല്ല സൈലോസ്റ്റല്ല. ഈ ഒരു സാധനം എന്താണ് ഇപ്പോ എന്താ നമ്മുടെ കോളിഫ്ലവർ എടുക്കുകയാണെങ്കിൽ എക്സാമ്പിൾ ആണ് കേട്ടോ. കോളിഫ്ലവർ എടുക്കുകയാണെങ്കിൽ ചില വെറൈറ്റീസിന് ഈ ഒരു ലീവ്സിന്റെ മേലെ നല്ലൊരു കട്ടിയുള്ള ഒരു വാക്സ് ലെയർ ഉണ്ടാകും. ഈ വാക്സ് ലെയർ കാരണം ഈ DBMന് ഈ ഒരു പ്ലാന്റിന്റെ ലീവ്സിനെ ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതും ഒരു മോർഫോളജിക്കൽ ക്യാരക്ടറാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു പ്ലാന്റിനെ അല്ലെങ്കിൽ ആ ഒരു വെറൈറ്റീനെ ഇൻസെക്ട് പ്രിഫർ ചെയ്യുന്നില്ല. ഇതാണ് ആന്റി സിനോക്സിസിന്റെ എക്സാമ്പിൾ. ഇനി അടുത്ത മെക്കാനിസം എന്ന് പറഞ്ഞാൽ ടോളറൻസ് ആണ്. പെസ്റ്റ് അറ്റാക്കിന് ശേഷവും ആ പ്ലാന്റിന് വളരാനും ഒരു എക്കണോമിക് ഈൽഡ് പ്രൊഡ്യൂസ് ചെയ്യാനും കഴിയുന്നുണ്ട്. നല്ല വിഗറസ് ആയിട്ടുള്ള പ്ലാന്റ്സിനൊക്കെ ആയിരിക്കും ഈ ഒരു ടോളറൻസ് കാണിക്കുന്നത്. ഡാമേജ് ടിഷ്യൂസ്, അതായത് ഏതെങ്കിലും ഒരു ഇൻസെക്ട് വന്ന് ഡാമേജ് ചെയ്തിട്ട് പോലും ഈ ഒരു ഡാമേജ് ടിഷ്യൂസ് പിന്നെയും വളരാനും അല്ലെങ്കിൽ വളർത്തിയെടുക്കാനും അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് ബ്രാഞ്ചസ് പ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ ഈ ഒരു പർട്ടിക്കുലർ പ്ലാന്റിന് സാധിക്കുന്നുണ്ട്. ഇതിലെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സസെപ്റ്റബിൾ പ്ലാന്റ്സിനേക്കാളും ഇതിന്റെ ETL കൂടുതലായിരിക്കും. അതായത് ഓക്കെ, ഇൻഫെസ്റ്റേഷൻ ആയിക്കോട്ടെ, എത്ര സസെപ്റ്റബിൾ പ്ലാന്റ്സ് ഉണ്ട്, ടോളറന്റ് പ്ലാന്റ് ഉണ്ട്. അപ്പൊ സസെപ്റ്റബിൾ പ്ലാന്റിന്റെ ETL കുറവാണ്. അതായത് ഇപ്പൊ ഒരു 10 പെസ്റ്റ്, അതായത് ഏതെങ്കിലും ഒരു പെസ്റ്റ് എടുക്കുകയാണെങ്കിൽ 10 പെസ്റ്റ് പെർ പ്ലാന്റ് എത്തുമ്പോഴത്തേക്കും അതിന്റെ ETL ആയി. ഇനി ഒരു 11 പെസ്റ്റ് ആയി കഴിഞ്ഞാൽ EILലേക്ക് കടക്കും, എക്കണോമിക് ലോസ് ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് ഇപ്പൊ ഞാൻ ആദ്യം എടുത്ത ടൊമാറ്റോ ആണെങ്കിൽ, ഇനി ടൊമാറ്റോയുടെ ഒരു ടോളറന്റ് വെറൈറ്റി എടുക്കുകയാണെങ്കിൽ ഇൻ കേസ് ഒരു 20 ആയാൽ പോലും ഇതിൽ അതായത് 20 പെസ്റ്റ് പെർ പ്ലാന്റ് ആയാൽ പോലും ഒരു എക്കണോമിക് ലോസ് ആ ഒരു പ്ലാന്റിൽ ഉണ്ടാകുന്നില്ല. ഇതാണ് ഒരു ടോളറന്റ് പ്ലാന്റും സസെപ്റ്റബിൾ പ്ലാന്റും തമ്മിലുള്ള വ്യത്യാസം. സസെപ്റ്റബിൾ പ്ലാന്റിനെക്കാട്ടിലും കൂടുതലായിരിക്കും ടോളറന്റ് പ്ലാന്റിന്റെ ETL. 10 പെസ്റ്റിനാണ് ആദ്യം അതിൽ 10 പെസ്റ്റ് എത്തുമ്പോൾ അവിടെ മാനേജ്മെന്റ് ചെയ്യണമെങ്കിൽ ടോളറന്റ് പ്ലാന്റിൽ 20 പെസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ മാനേജ്മെന്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതായിരുന്നു ടോളറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ടോളറൻസ് ഇവരെങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഡാമേജ് ആയിട്ടുള്ള ടിഷ്യൂസിന്റെ റീഗ്രോത്ത് അല്ലെങ്കിൽ പ്രൊലിഫറേഷൻ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെ കൊണ്ട് ഈ ഒരു എക്കണോമിക് ലോസ് ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതാണ് ടോളറൻസ്. ഇനി ആന്റിബയോസിസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോസ്റ്റിലുള്ള എന്തെങ്കിലും ബയോഫിസിക്കൽ അല്ലെങ്കിൽ ബയോ കെമിക്കൽ ഫാക്ടേഴ്സ് കാരണം പെസ്റ്റിന്റെ ബയോളജി, അതായത് സർവൈവൽ അല്ലെങ്കിൽ ഡെവലപ്മെന്റോ റീപ്രൊഡക്ഷനെയോ ഒക്കെ എന്തെങ്കിലും ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാക്കുന്നു. അതായത് ഈ ഒരു പെസ്റ്റിന്റെ ബയോളജിയിൽ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഹോസ്റ്റ് മെക്കാനിസമാണ് ആന്റിബയോസിസ്. ആ അഡ്വേഴ്സ് എഫക്റ്റിനെയാണ് ഈ ഒരു ആന്റിബയോസിസ് എന്ന് വിളിക്കുന്നത്. ഇനി അഡ്വേഴ്സ് എഫക്റ്റ് എന്ന് ഞാൻ പറഞ്ഞില്ല. എന്തായിരിക്കും ഒരു അഡ്വേഴ്സ് എഫക്റ്റ്? ലാർവയുടെ ഡെത്ത്. ഇത് ഈ ഒരു പ്ലാന്റിന് ഫീഡ് ചെയ്യുന്ന ലാർവയുടെ ഡെത്ത് അല്ലെങ്കിൽ ഈ ഒരു ലാർവയുടെ അബ്നോർമൽ ഗ്രോത്ത്, ലാർവൽ പീരീഡ് വളരെയധികം പ്രൊലോങ് ചെയ്ത് പോവുക, പ്യൂപ്പേറ്റ് ചെയ്യാതെ ഈ ലാർവ സ്റ്റേജിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പ്യൂപ്പേറ്റ് ചെയ്ത ലാർവയിൽ നിന്ന്
അഡൽട്ട് എമേർജ് ചെയ്യുന്നില്ല, അഡൽട്ടിന്റെ ലൈഫ് സൈക്കിൾ കുറവാണ്, അല്ലെങ്കിൽ അഡൽട്ടിന്റെ എഗ് ലേയിങ് കപ്പാസിറ്റി കുറവാണ്, അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി കുറവാണ്, ഇങ്ങനത്തെയൊക്കെ ഒരുപാട് അഡ്വേഴ്സ് എഫക്റ്റ് ഈ ഒരു പെസ്റ്റിന്റെ ബയോളജിയിൽ ഉണ്ടാക്കാൻ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പെസ്റ്റിന്റെ ബയോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. ഈ ഫാക്ടേഴ്സിലൊക്കെ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാക്കാൻ ഈ ഒരു മെക്കാനിസത്തിന് സാധിക്കുന്നു. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്കിപ്പം മനസ്സിലായി, ആന്റിബയോസിസ് ആണ് കാര്യം. ഇനി ഒരു പെസ്റ്റിന്റെ ബിഹേവിയറിലാണ് മാറ്റം സംഭവിക്കുന്നതെങ്കിൽ അത് ആന്റിസിനോക്സിസ് അല്ലെങ്കിൽ നോൺ പ്രിഫറൻസ് ആണ്. ബയോളജിയിലാണ് എന്തെങ്കിലും വ്യത്യാസം വരുന്നതെങ്കിൽ അത് ആന്റിബയോസിസ് ആണ്. ഇനി ആന്റിബയോസിസിന് കാരണമാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. ഏതെങ്കിലും ബയോ കെമിക്കൽ അല്ലെങ്കിൽ ബയോ ഫിസിക്കൽ ഫാക്ടേഴ്സ് കാരണമായിരിക്കും ഈ ഒരു ആന്റിബയോട്ടിക് ഇഫക്റ്റ് ആ പ്ലാന്റിന് ഉണ്ടാകുന്നതെന്നാണ്. അപ്പൊ കെമിക്കൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഡിംബോവ എന്ന് പറയുന്ന കെമിക്കല് കാരണം ഓസ്ട്രീനിയ നുബിലാലിസ്, അതായത് യൂറോപ്യൻ കോൺ ബോററിൽ നിന്ന് ഒരു റെസിസ്റ്റൻസ് നേടാൻ കോൺ പ്ലാന്റ് അല്ലെങ്കിൽ മെയ്സ് പ്ലാന്റിന് സാധിക്കുന്നുണ്ട്. ഗോസിപ്പോൾ എന്ന് പറയുന്നത് എന്താണ്? ഗോസിപ്പോൾ എന്ന് പറയുന്ന നമ്മുടെ കോട്ടൺ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ്. അമേരിക്കൻ ബോൾവോം, അതായത് ഹെലിക്കോവർപ്പ ആർമിജറയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ ഒരു കെമിക്കൽ ആക്ട് ചെയ്യുന്നത്. സിനിഗ്രിൻ എന്ന് പറയുന്നത് കുക്കുർബിറ്റാസിൻ, സാലിസിലിക് ആസിഡ് ഒക്കെ ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. ഈ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കാൻ ശ്രമിക്കുക, ചിലപ്പോഴേ ചോദിക്കുള്ളൂ കേട്ടോ. ഡിംബോവയും ഗോസിപ്പോളും ഉറപ്പായിട്ടും ചോദിക്കും. കുക്കുർബിറ്റാസിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കുക്കുർബിറ്റിലാണെന്ന്. ഇനി സിനിഗ്രിൻ എന്ന് പറയുന്ന മസ്റ്റാർഡിൽ കാണുന്നതാണ് അഫക്ട്സ്, അതായത് മൈസിസ് പെർസിക്കലാണ് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനി ബയോഫിസിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ തിക് ക്യൂട്ടിക്കൽ, ഗ്ലാൻഡുലർ ഹെയർ, സിലിക്ക ഡെപ്പോസിറ്റ്സ് അല്ലെങ്കിൽ ടൈറ്റ് ലീവ് ഷീത്ത് ഒക്കെ ആണ് ഈ പറയുന്ന ബയോഫിസിക്കൽ ഫാക്ടേഴ്സ്. ഇതൊക്കെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങളില്ല. ഇനി ബയോഫിസിക്കൽ ഫാക്ടേഴ്സ്, ഈ ആന്റിബയോസിസിൽ വരുന്ന ബയോഫിസിക്കൽ ഫാക്ടേഴ്സും പിന്നെ നമ്മുടെ ആന്റിസിനോസിസിൽ വരുന്ന ഫിസിക്കൽ ഫാക്ടേഴ്സും ഒക്കെ ചിലപ്പോൾ ഓവർലാപ്പ് ചെയ്യാം. അങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസേ വരുള്ളൂ. ഇതുവരെ അങ്ങനെ ഓവർലാപ്പ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 18, വെക്ടർ ഓഫ് കസാവ മൊസൈക് ഡിസീസ്. അപ്പൊ നമ്മുടെ മരിച്ചിനിക്കിഴങ്ങിൽ വരുന്ന മൊസൈക് ഡിസീസിനെ സ്പ്രെഡ് ചെയ്യുന്ന ഏത് ഇൻസെക്ട് ആണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു വെക്ടേഴ്സ് ഒക്കെ ഒന്ന് ഒരു കോളം ഉണ്ടാക്കി എഴുതി പഠിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസറും ഓപ്ഷൻ എ ആണ്, വൈറ്റ് ഫ്ലൈ ആണ് കറക്റ്റ് ആൻസർ. Question number 19. Dead heart symptom in rice is caused by the infestation of. Dead heart symptom ഉണ്ടാക്കുന്നത് ഏത് പെസ്റ്റ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ റൈസ് ലീഫ് ഫോൾഡർ ആണ് ഫസ്റ്റ് ഓപ്ഷൻ. റൈസ് ലീഫ് ഫോൾഡർ എന്ന് പറയുമ്പോൾ അറിയാലോ, ഇപ്പോ ഒരു ലാർവെ, ഈ റൈസ് ലീഫ് ഫോൾഡറിന്റെ ലാർവെ ഈ ഇലകളുടെ അറ്റങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു ഫോൾഡ് അല്ലെങ്കിൽ ഒരു ചുരുട്ട് പോലെ ഇരിക്കുന്ന ഒരു സംഭവം ഉണ്ടാക്കും. എന്നിട്ട് അതിൻ്റെ അകത്തിരുന്ന് ആ ലീവ്സിലുള്ള ക്ലോറോഫിൽ ടിഷ്യൂസിനെല്ലാം തിന്നും. അത് കാരണം തന്നെ ഒരു വൈറ്റ് ലൈൻസ് ഈ ഒരു ചുരുട്ടിന്റെ മേലെ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഈ ഒരു റൈസ് ലീഫ് ഫോൾഡർ ഉണ്ടാക്കുന്ന ഡാമേജ്. ഇനി ബ്രൗൺ പ്ലാന്റ് ഹോപ്പറിന്റെ ക്യാരക്ടറിസ്റ്റിക് ഡാമേജ് സിംറ്റം എന്ന് പറയുന്നത് എന്താണ്? ഹോപ്പർ ബേൺ എന്ന് പറയും. കാരണം ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റൈസ് പ്ലാന്റില് വാട്ടർ ലെവലിന് മേലെ വരുന്ന ആ ഒരു സ്റ്റെം പോർഷനിൽ ഇതെല്ലാം കൂടി ചേർന്നിരുന്ന് അവിടെ നിന്ന് സാപ്പ് സക്ക് ചെയ്യുന്നുണ്ട്. സാപ്പ് സക്ക് ചെയ്യുന്നത് കാരണം തന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ഒരു ലീവ്സ് എല്ലാം യെല്ലോ ആവുകയും കാലക്രമേണ അത് ഉണങ്ങി ബ്രൗൺ കളർ ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഫീൽഡ് ഈ ഒരു പ്ലാന്റ്, ഈ ഇൻഫെസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കരിഞ്ഞ അപ്പിയറൻസ് അല്ലെങ്കിൽ ഒരു കത്തിപ്പോയ പോലെയൊക്കെ തോന്നും. അതുകൊണ്ടാണ് ഈ ഒരു ഹോപ്പർ കാരണം ഉണ്ടാകുന്ന ആ ഒരു ബേൺ, അതുകൊണ്ടാണ് ഹോപ്പർ ബേൺ ആ ഒരു സിംറ്റത്തിനെ വിളിക്കുന്നത്. ഇനി റൈസ് ബഗ് എന്ന് പറയുന്നത് ഗന്ധി ബഗ് എന്നൊക്കെ പറയും. ഈ ഒരു പെസ്റ്റ് ഉള്ള ഫീൽഡിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ക്യാരക്ടറിസ്റ്റിക് ഓർഡർ ഉണ്ടാകുന്നുണ്ട്. അതായത് ബഗി ഓർഡർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഓർഡർ ആ ഒരു ഫീൽഡിൽ കാണുന്നുണ്ട്. ഇത് ഒരു ബഗ് ആയതുകൊണ്ട് തന്നെ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ബഗ് ചെയ്യുന്ന പോലെ തന്നെ സാപ്പ് സക്ക് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു സാപ്പ് സക്ക് ചെയ്യാനായിട്ട് ഈ ഒരു പെസ്റ്റ് പങ്ക്ചർ ചെയ്യുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ ഒരു പോയിന്റിൽ ഒരു വാട്ടർ സ്പോട്ട് ഉണ്ടാകും.
ആ ഒരു സ്പോട്ട് ബ്രൗൺ കളറിലായിരിക്കും, അതിന്റെ സെന്റർ വൈറ്റ് കളറിലും ആയിരിക്കും. ഇനി ഇത് എന്താണ് നമ്മുടെ എന്താ പാനുക്കളിൽ നിന്ന് അല്ലെങ്കിൽ കതിരുകളിൽ നിന്ന് ആണ് ഈ ഒരു സാപ്പ് സക്ക് ചെയ്യുന്നതെങ്കിൽ ആ കതിരുകൾ വൈറ്റ് കളറിൽ അല്ലെങ്കിൽ എന്താ പതിരൊക്കെ ആയിട്ട് മാറുന്ന ഒരു ഇതും കാണുന്നുണ്ട്. വൈറ്റ് ആൻഡ് ചാഫി ഗ്രെയിൻസ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു റൈസ് ബഗ് കാരണമാണ്. ഇനി റൈസ് ടെമ്പോറർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പെസ്റ്റാണ്, മോണോഫാഗസ് പെസ്റ്റാണ്. കാരണം ഈ ഒരു സാധനം ഈ റൈസിൽ മാത്രമേ ഉണ്ടാകുള്ളൂ, റൈസിനെ മാത്രമേ ഇൻഫെസ്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് മോണോഫാഗസ് പെസ്റ്റ് എന്ന് വിളിച്ചത്. സ്കിർപ്പോഫാഗ ഇൻസെർട്ടലസ് എന്നാണ് റൈസ് ടെമ്പോറർ അല്ലെങ്കിൽ യെല്ലോ ടെമ്പോററിന്റെ പേര്. ഇതിന്റെ ഡാമേജ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീഡ്ലിംഗ് സ്റ്റേജിൽ ലാർവെ ഈ ഒരു റൈസിന്റെ സെൻട്രൽ ഷൂട്ടിലേക്കും ടില്ലേഴ്സിലും ഒക്കെ തുരന്നു കയറി അകത്തുള്ള കണ്ടന്റ് എല്ലാം തിന്ന് നശിപ്പിക്കും. അതുകൊണ്ട് തന്നെ സെൻട്രൽ ലീഫ് വെൽറ്റ് ചെയ്യാനും ഒരു മഞ്ഞ കളർ ആവാനും ഒക്കെ തുടങ്ങും. ഇനി ഈ പറയുന്ന ഇൻഫെസ്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു സീഡ്ലിങ്ങിനെ നമുക്ക് പെട്ടെന്ന് പിഴുതെടുക്കാനും സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഞാൻ പറഞ്ഞു അകത്തേക്ക് തുരന്നു കയറി അകത്തുള്ള കണ്ടന്റ് മുഴുവൻ തിന്നുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ ഹാർട്ട് അല്ലെങ്കിൽ എന്താണ് ആ ഒരു സെൻട്രൽ ഷൂട്ടിന്റെ അകത്തുള്ള ഭാഗം പൊള്ളയാവുകയും അല്ലെങ്കിൽ അത് ആ ഒരു സെൻട്രൽ ഷൂട്ട് ചത്തുപോവുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ ഒരു ഡെഡ് ഹാർട്ട് സിംറ്റം എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു ഡെഡ് ഹാർട്ട് സിംറ്റം ഉണ്ടാക്കുന്ന റൈസ് ടെമ്പോറർ ആണ്. ഇനി വൈറ്റ് ഇയർ എന്ന് പറയുന്ന വേറൊരു സിംറ്റം കൂടി ഈ ഒരു റൈസ് ടെമ്പോറർ ഉണ്ടാക്കുന്നുണ്ട്. പാനിക്കിൾസിൽ ഗ്രെയിൻസിനെ ആണ് ഫീഡ് ചെയ്യുന്നത്. ഫീഡ് ചെയ്തിട്ട് ഈ ഒരു ഗ്രെയിൻസ് വെളുത്ത കളറിലുള്ള പതിരായി മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വൈറ്റ് ഇയർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ദൂരെ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്ലാനിക്കിൽ വെളുത്ത നിറത്തിൽ കാണപ്പെടും. അതുകൊണ്ടാണ് ഇതിനെ വൈറ്റ് ഇയർ എന്ന് വിളിക്കുന്നത്. അപ്പൊ വൈറ്റ് ഇയറും ഡെഡ് ഹാർട്ടും ഒക്കെ റൈസ് ടെമ്പോററിന്റെ ഒരു സിംറ്റം അല്ലെങ്കിൽ ഡാമേജ് ആണ്. ഇനി റൈസ് ബഗ്ഗിൽ വരുന്ന ഡാമേജ് സിംറ്റം എന്ന് പറയുന്നത് ഒരു ബഗ്ഗി ഓർഡർ അല്ലെങ്കിൽ ഒരു വാട്ടർ സ്പോട്ട് അല്ലെങ്കിൽ വൈറ്റ് ആൻഡ് ചാഫി ഗ്രെയിൻസ് ഒക്കെ റൈസ് ബഗ്ഗിൽ കാണുന്നുണ്ട്. ബ്രൗൺ പ്ലാന്റ് ഹോപ്പറിന്റെ ക്യാരക്ടറിസ്റ്റിക് സിംറ്റം എന്ന് പറയുന്നത് ഹോപ്പർ ബേൺ ആണ്. റൈസ് ലീഫ് ഹോൾഡർ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചുരുളുകൾ അല്ലെങ്കിൽ ലീഫ് ഫോൾസ് കാണാൻ പറ്റും. അതിൽ വൈറ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസും കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയായിരുന്നു ഈ തന്നിരിക്കുന്ന പെസ്റ്റിന്റെ ഡാമേജ് സിംറ്റംസ്. ഇതിൽ ഡെഡ് ഹാർട്ട് കാണിക്കുന്നത് റൈസ് ടെമ്പോറർ ആണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ. Question number 20. Bolgard is a transgenic cotton which expresses the crystal protein of. അപ്പോൾ ഈ ഒരു ബോൾഗാർഡ് എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജീനിക് അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള കോട്ടൺ പ്ലാന്റ് ഒരു ക്രിസ്റ്റൽ പ്രോട്ടീനെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ആ ക്രിസ്റ്റൽ പ്രോട്ടീൻ ഏത് ബാക്ടീരിയയിൽ നിന്ന് എടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഏത് ഫംഗസിൽ നിന്നാണ് എടുത്തിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ബാസിലസ് തുറിഞ്ചൻസിസ് ആണ്. ഇനി ഇതുവരെ 3 ബോൾഗാർഡ് വെറൈറ്റീസ് ആണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ബോൾഗാർഡ് 1, 2 and 3. ബോൾഗാർഡ് 1 മോൺസാറ്റോ എന്ന് പറയുന്ന ഒരു US ബേസ്ഡ് കമ്പനിയാണ് റിലീസ് ചെയ്തത്. 1996 അപ്പൊ അതില് എൻകോഡ് ചെയ്തിരിക്കുന്ന ജീൻ ക്രൈവൺ AC എന്ന് പറയുന്ന ജീനാണ്. ഡെൽറ്റ എൻഡോടോക്സിനെ കോഡ് ചെയ്യുന്ന ക്രൈവൺ AC എന്ന് പറയുന്ന ജീന് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള വെറൈറ്റി ആയിരുന്നു ബോൾഗാർഡ് 1. അത് ഏതൊക്കെ പെസ്റ്റിന് അഗെയിൻസ്റ്റ് ആയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെലിക്കോവർപ്പ സിയ, പിന്നെ പിങ്ക് ബോൾവർം, ഹീലിയോത്തിസ് വൈറസൻസ് ഇതുപോലൊക്കെയുള്ള ലെപ്പഡോപ്റ്ററൻ പെസ്റ്റിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ ഒരു ബോൾഗാർഡ് 1 നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമ്മളല്ല അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി ബോൾഗാർഡ് 2 റിലീസ് ചെയ്തത് 2002 അതും മോൺസാറ്റോ തന്നെയാണ് റിലീസ് ചെയ്തത്. ഇതിൽ 2 ജീനുണ്ട്. ക്രൈ1 AC-യും ക്രൈ2 AB2 എന്ന് പറയുന്ന 2 ജീൻസ് ആണ് ഇതിലുള്ളത്. ഇത് ബാസിലസ് തുറിഞ്ചൻസിന്റെ സബ് സ്പീഷീസ് ക്രിസ്റ്റാക്കിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ ഒരു 2 ജീൻ. ഇത് ഏതൊക്കെ പെസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെലിക്കോവർപ്പ ആർമിച്ചറ, ഹെലിക്കോവർപ്പ സിയ, ഹീലിയോത്തിസ് വൈറസൻസ്, പിന്നെ നമ്മുടെ പിങ്ക് ബോൾവർം, സ്പോഡോപ്റ്ററ സ്പീഷീസൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടാണ്. ഇനി ബോൾഗാർഡ് 3 2015 ഇതിൽ ക്രൈവൺ AC, ക്രൈ2 AB2, പിന്നെ വിപ് 3A എന്ന് ഈ ക്രൈ പ്രോട്ടീൻസും സൈറ്റ് പ്രോട്ടീൻസും
ഉണ്ടാക്കുന്ന സ്പോറിലേഷന്റെ ടൈമിലാണ്. വെജിറ്റേറ്റീവ് ഫേസിലെ ഇൻസെക്ട്സ് ഈ ഒരു എന്താണ് ബാസിലസ് തുറിഞ്ചൻസിസ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ടോക്സിനാണ് വിപ്പ് ടോക്സിൻ എന്ന് പറയും, അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അതിൽ 3 ടൈപ്പാണ്, വിപ്പ് 1, വിപ്പ് 2 ആൻഡ് വിപ്പ് 3. ഇതിൽ വിപ്പ് 3 ആണ് ഈ ഒരു ബോൾ ഗാർഡിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി കോട്ടൺ ബോൾ വേംസ്, അതിൽ നമ്മുടെ പിങ്ക് ബോൾ വേമും ഉൾപ്പെടും, ടൊബാക്കോ ബഡ് വേം, പിന്നെ ഫോൾ ആർമി വേം, അല്ലാത്ത ആർമി വേം, സ്വാമിംഗ് ആർമി വേം എന്നൊക്കെ പറയുന്ന ആർമി വേംസിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് ഈ ഒരു ബോൾ ഗാർഡ് 3 ആക്ട് ചെയ്യും. അപ്പോൾ ഇതായിരുന്നു എന്താ ക്വസ്റ്റ്യൻ നമ്പർ 20. വളരെ ഡയറക്റ്റ് ആൻസർ ആണ്, അഗ്രികൾച്ചർ പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു ആൻസർ ആണ്. ഓപ്ഷൻ എ, ബാസിലസ് തുറിഞ്ചൻസിസ്. ഇതായിരുന്നു കറക്റ്റ് ആൻസർ. ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസർ കീ ആണ് ഞാൻ ഈ തന്നിട്ടുള്ളത്. അപ്പൊ ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഏത് സൈഡിൽ നിന്നാണ് മാക്സിമം ക്വസ്റ്റ്യൻ വരുന്നത് എന്ന്. IPMന്റെ സൈഡിൽ നിന്നാണ് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഫോളോ ചെയ്ത് വരുന്ന ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ IPMൽ നിന്നായിരുന്നു കൂടുതൽ ക്വസ്റ്റ്യൻസും വരുന്നത്. അതിൽ തന്നെ ബയോളജിക്കൽ കൺട്രോളിലും മൈക്രോബിയൽ കൺട്രോളിൽ നിന്നും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ എന്താണ് ഇൻസെക്റ്റിന്റെ പെസ്റ്റും അതിന്റെ ഡാമേജും വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വെക്ടേഴ്സ് എന്ന് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇനി ഹോസ്റ്റ് പ്ലാൻ റെസിസ്റ്റൻസ് എന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. പിന്നെ നമ്മുടെ ബെനിഫിഷ്യൽ ഇൻസെക്ട്സ് എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇപ്പൊ 2 ക്വസ്റ്റ്യൻ നമ്മൾ അതിൽ നിന്ന് തന്നെ കണ്ടിട്ടുണ്ട്. ഹണിബിയിലാണ് അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. കാരണം കേരളത്തിൽ നമ്മൾ അങ്ങനെ സിൽക്ക് വേം കൾച്ചർ അല്ലെങ്കിൽ സെറികൾച്ചർ അങ്ങനെ ചെയ്യുന്നില്ല. ലാക്ക് നമുക്കിവിടെ ചെയ്യാൻ പറ്റത്തുമില്ല. അപ്പൊ കൂടുതലായിട്ടും ഇവിടെ ഉള്ള ഒരു ബെനിഫിഷ്യൽ ഇൻസെക്ട് എന്ന് പറയുന്നത് ഹണിബിയാണ്. അപ്പൊ കൂടുതലും ഹണിബിയിൽ നിന്നായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇതിന്റെ അർത്ഥം ബാക്കി ഒന്നിൽ നിന്നും വരില്ല എന്നല്ല, ഇതാണ് പ്രീവിയസ് ഇയറിലെ ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിൽ മെയിൻ ആയിട്ടുള്ള കാര്യം. കണ്ടു, BT ഒക്കെ 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഹണി ബീസിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, പ്രെഡേറ്റേഴ്സ് ചോദിച്ചിട്ടുണ്ട്, പാരസറ്റോയിഡ്സ് ചോദിച്ചിട്ടുണ്ട്, ഇനി സ്റ്റോറേജ് ഇൻസെക്ട് പെസ്റ്റ് ചോദിച്ചിട്ടുണ്ട്, കുറച്ച് കെമിക്കൽസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. കെമിക്കൽസ് ഒന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇനി അടുത്ത സെഷനിൽ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ IPM ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. പാരസറ്റോയിഡ്സ്, പ്രെഡേറ്റേഴ്സ്, പിന്നെ മൈക്രോബിയൽ കൺട്രോൾ എന്തായാലും നോക്കണം. വെക്ടേഴ്സ്, ഇൻസെക്ട് എന്താണ് പ്ലാന്റ് ഡിസീസിന്റെ വെക്ടേഴ്സ് എന്തായാലും ഒരു ലിസ്റ്റ് ഉണ്ടാക്കി പഠിക്കുക. ഇനി ഹ്യൂമൻ ഡിസീസസും അത്യാവശ്യം പഠിച്ചിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസീസസ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ കഴിഞ്ഞു. ഇതായിരുന്നു ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസേഴ്സ്. അപ്പോൾ താങ്ക് യു ഫോർ യുവർ ടൈം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക, സിലബസ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.